മനുഷ്യൻ, അറിവ്, ബുദ്ധി, ഖുർആൻ എന്ന ഏരിയയിലാണ് ഞാൻ സംസാരിക്കേണ്ടത്. ബുദ്ധിപരമായ ഒരു അവതരണമല്ലാതെ ബുദ്ധിയെക്കുറിച്ച് ഒരു പൊട്ടൻ അവതരണം നടത്തുന്നത് ഏതായിരുന്നാലും ശരിയല്ല. അതുകൊണ്ട് സാധ്യമാകുന്ന തരത്തിൽ ഈ വിഷയത്തോട് എൻ്റെ അറിവിൻ്റെ പരിമിതിയിലിരുന്നു കൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ പരസ്പരം ചർച്ച ചെയ്തും പഠിച്ചും മുന്നോട്ട് പോവുക എന്നതാണ് ഈ വിഷയത്തിൽ ഉള്ളത്. അറിവ് എന്നതിൽ വിശുദ്ധ ഖുർആനിൽ ഒട്ടേറെ ഭാഗങ്ങൾ അതുമായി ബന്ധപ്പെടുത്ത് ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഏരിയകളൊക്കെയും ബുദ്ധിയുമായി കണക്ട് ചെയ്തിട്ട് കൂടിയാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു കാര്യം ഉണ്ട് ഇല്ല എന്ന അറിവിനെ അതൊരറിവായി ഏതായിരുന്നാലും ഖുർആൻ പരിചയപ്പെടുത്തുന്നില്ല. മറിച്ച് ചില കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് ചെയ്യുമ്പോഴാണ് അതിന് ഇൽമ് എന്ന് ഉപയോഗിക്കുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നത് മനുഷ്യന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. 3 കാര്യങ്ങളുള്ളത്. അത് മനുഷ്യന് മാത്രമേ കഴിയൂ. അതിലൊന്ന് അക്യൂസിഷൻ എന്ന് പറയുന്ന ജ്ഞാനാർജനമാണ്. ഞാൻ പറയുന്നത് ചിലതൊക്കെ മനസ്സിലായാൽ മതി, ചിലതൊന്നും മനസ്സിലാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അറിവ് ആർജിക്കാനുള്ള കഴിവ് അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതിന് അക്യൂസിഷൻ എന്ന വേർഡാണ് ഉപയോഗിക്കുക. ACQUISITION, ജ്ഞാനാർജനം. രണ്ടാമത്തേത് ആർജിച്ച അറിവിനെ ഉൽപ്പാദിപ്പിക്കാൻ മനുഷ്യനെ കഴിയൂ. അതിന് ജ്ഞാനോൽപാദനം എന്നാണ് പറയുക, എൻലൈറ്റൻമെൻറ്റ്. ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും അറിവ് നേടിയിട്ടുണ്ടാകുക. നമ്മുടെ അകത്ത് അല്ലെങ്കിൽ നമ്മൾ പരിശീലിച്ചിട്ടുള്ള ചില പരിശീലനങ്ങളെ ബേസ് ചെയ്തായിരിക്കും, നമ്മുടെ അനുഭവങ്ങളെ ബേസ് ചെയ്തായിരിക്കും ചില കാര്യങ്ങൾ നിങ്ങൾ പറയാം. അത് ചില ആളുകൾ വേറെ ചില അർത്ഥത്തിലായിരിക്കും ഉപയോഗിക്കുക. ഉദാഹരണമായി ഞാനൊരു വേർഡ് പറയാം, ആ വേർഡിൻ്റെ ബാക്കി നിങ്ങൾ പറയണം. ഒരു കാലത്തും, ബാക്കി പറയും. ഒരു കാലത്തും ബാക്കി പറയും. നന്നാവില്ല എന്നാണ്. ഓക്കെ, നമ്മൾ കേട്ട് പരിശീലിച്ചതും പരിചയിച്ചതും പറയേണ്ടതുമായ പദാണത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച അതല്ല. ഒരു കാലത്തും മറ്റേ കാലം എത്തൂല എന്നാണ്. ഒരു കാലം അങ്ങോട്ട് എത്തുള്ളൂ, മറ്റേ കാല് അങ്ങോട്ട് എത്തൂല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, അതൊരു വിഷയം മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്. എന്നോട് ചോദിച്ചാലും ഞാൻ ഗുണം പിടിക്കൂല എന്നാ പറയാം. ഒന്ന് താക്ക് തും എന്നാണ് ഒന്നിങ്ങനെ ആക്കിയാൽ ചിലപ്പോൾ വ്യത്യാസം വരും. തും, അപ്പോൾ അത് നമ്മുടെ ഒരു അറിവാണത്, ഒരു ഭാഷയിലുള്ള ഒരു അറിവാണത്. പക്ഷേ ആ അറിവിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ, അതിനെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ പരിചയിച്ചിട്ടുള്ള ചില പരിചയങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അതിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുള്ളൂ. അതതിൻ്റെ ഒരു പരിമിതി കൂടിയായിരിക്കാം. രണ്ടാമത്തെ ഭാഗമാണ് ജ്ഞാനോൽപാദനം എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഡിസ്കോഴ്സ് എന്ന് പറയുന്ന ജ്ഞാന വ്യവഹാരമാണ്. അറിവിനെ വിവിധ അർത്ഥത്തിൽ വ്യവഹരിക്കാനുള്ള കഴിവ്. ഇപ്പോൾ നമ്മൾ മലയാളം പഠിച്ചിരിക്കുന്നു, മലയാളം പഠിക്കാൻ വേറൊരാൾ വരുന്നു. അയാൾ മനസ്സിലാക്കുന്ന, അയാളുടെ ബുദ്ധിയിൽ ഉപയോഗപ്പെടുത്തുന്ന രീതിയും നമ്മുടെ ബുദ്ധിയിൽ ഉപയോഗപ്പെടുത്തുന്ന രീതിയും വ്യത്യാസം ഉണ്ടാകും. ഉദാഹരണമായി അടിപൊളി എന്നൊരു പദം മലയാളികളായ നമ്മൾ ഉപയോഗിക്കുന്നു. അടി എന്നതിൻ്റെ പര്യായം എന്താ?
തല്ല് എന്നാണ്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് മലയാളം പഠിക്കാൻ വന്നിട്ടുള്ള എന്താ പറയുക മിസ്റ്റർ എക്സ്, അതിൻ്റെ ഒരു പര്യായ പദം ഉപയോഗിക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മുപ്പരെന്താ എഴുതുക? തല്ലിപ്പൊളി എന്ന് എഴുതുക. അടിയെന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതിന് തല്ലിപ്പൊളി എന്ന് എഴുതുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതായിരിക്കും എഴുതുക. പക്ഷേ അത് വ്യത്യാസമുണ്ട് അതിന്. എന്താണ് കാരണം? അടിയും തല്ലും അതിൻ്റെ ഉപയോഗക്ഷമതയിൽ അഥവാ വ്യവഹാരത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഭാഷ എന്ന നിലക്കല്ല, അതിൻ്റെ വ്യവഹാരങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അറബിയിലൊരു പദമുണ്ട്. അറബി 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ ആണ് ആ വേർഡുള്ളത് എന്നാണ് എൻ്റെ ഓർമ്മ. നിഹാദ് എന്ന പേരുള്ള ആളുകളുണ്ടാവും അല്ലേ? ആരെങ്കിലും ഇട്ടുക്കണമെങ്കിൽ മാറ്റാൻ പോണ്ട. ഞാൻ അർത്ഥം പറയുമ്പോൾ മാറ്റണം എന്നൊരു വാശി പിടിച്ചാൽ ചിലപ്പോൾ അതിന് ഉത്തരവാദി ഞാനുമല്ല. നഹദ എന്ന പദം നിലവിലുള്ള ഒരു സർഫസിൽ നിന്ന് അല്പം പൊങ്ങി നിൽക്കുന്നതിനാണ് നഹദ എന്ന് ഉപയോഗിക്കുക. മോഡേൺ അറബിക്കിൽ നിഹാദ് എന്ന പദം ബ്രസ്റ്റിനാണ് ഉപയോഗിക്കുക. അപ്പോൾ പേരിട്ടോല് മാറ്റണമെന്ന് ഞാൻ പറയണില്ല, പക്ഷെ അങ്ങനെയാണത് ഉപയോഗിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് അങ്ങനെ വന്നത്? കുറേ കാലം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉപയോഗത്തിൽ, അതിൻ്റെ വ്യവഹാരത്തിൽ സംഭവിച്ചു പോകുന്ന മാറ്റങ്ങൾക്കനുസൃതമായി അവിടെ പ്രശ്നങ്ങളുണ്ടാകും. ഇതൊക്കെ മനുഷ്യനെ കഴിയൂ, അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെയും സംഭവിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അറിവ് എന്ന് പറയുന്നത്. അത് ആർജിക്കലായിരുന്നാലും, അത് ഉൽപ്പാദിപ്പിക്കലായിരുന്നാലും, അത് വ്യവഹാരം നടത്തലായിരുന്നാലും മനുഷ്യന് മാത്രമുള്ള ഒരു കഴിവാണ് അത്. വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള ആയത്ത് നമുക്കൊക്കെ അറിയാവുന്ന ആയത്താണ് സൂറ ഇസ്രായിലെ 17-70. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല. അവിടെ ഒരു തഫ്ളീലുണ്ട്, തഫല്ലുൽ, ഒരു പ്രിഫറൻസ് അള്ളാഹു മറ്റു സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. ആ തഫ്ലീൽ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അറിവ്, ബുദ്ധി ഇവയുമായി കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ബാക്കിയൊക്കെ ഒരു പരിധിവരെ പൂർണ്ണാർത്ഥത്തിലല്ലെങ്കിലും ശരി ഇതര ജീവജാലങ്ങൾക്കുണ്ട്. ഇത് മനുഷ്യൻ്റെ ഇതര ജീവജാലങ്ങൾക്ക് കഴിയില്ല. ആ ഭാഗം പിന്നെ ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. രണ്ടാമത്തേത് വിശുദ്ധ ഖുർആനിൽ തന്നെ സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അതിൻ്റെ 8-ാം അധ്യായത്തിലെ 22-ാമത്തെ ഭാഗം. മനുഷ്യൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടനായ സൃഷ്ടി. ഈ നികൃഷ്ടാവസ്ഥ വരുന്നത് മനുഷ്യനിൽ മാത്രമേ സംഭവിക്കുള്ളൂ, മറ്റ് ജീവികളിൽ അതുണ്ടാവില്ല. എന്തുകൊണ്ട്? ഒരു നായ കേടുവരില്ല. നായായിട്ട് മാത്രമേ ലോകാവസാനം വരെ നിലനിൽക്കുകയുള്ളൂ. നായനാരെങ്കിലും കേടുവരുത്തിയാൽ കേടുവരും. കാരണം റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, കൃത്യമാണത്. മനുഷ്യേതര ജീവജാലങ്ങൾ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ പോകുള്ളൂ, ലോകാവസാനം വരെ അങ്ങനെ പോകുള്ളൂ, അങ്ങനെ പോകാൻ പാടുള്ളൂ. എന്നാൽ മനുഷ്യനിൽ എന്തു വരാം? വ്യത്യാസങ്ങൾ സംഭവിക്കാം. സൃഷ്ടിപ്പിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. അവൻ്റെ രൂപം, ഭാവം, ഓർഗൻ ഇതൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. എന്നാൽ മനുഷ്യനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഇന്ന ശർറ ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്കുമുൽ ലദീന ലാ യഅഖിലൂൻ. സൂറത്തു 8-ാം അധ്യായത്തിലെ സൂറത്തു അൻഫാലിലെ 22-ാമത്തെ വചനം. ഇന്ന ശർറ ദവാബി ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഏറ്റവും നികൃഷ്ടമായ ജീവസാന്നിധ്യം അല്ലെങ്കിൽ ജീവി എന്ന് പറയുന്നത് അത് സുമ്മുൻ ബുക്കുമുൻ, സുമ്മുൽ ബുക്കും അല്ലദീന ലാ യഅലമൂൻ ലാ യഅഖിലൂൻ, അറിയാത്ത, അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാത്ത, ബധിരര്, മൂകര് ഒക്കെ ആയ ആളുകളാണ്. അത് മറ്റു ജീവജാലങ്ങളിൽ ഉണ്ടാവില്ല, ഉണ്ടാവാൻ പാടില്ല. കണ്ണു കാണാത്തവരുണ്ടാകാം, ജീവികളുണ്ടാകാം. പക്ഷേ ലാ യഅലമൂന ലാ യഅഖിലൂന എന്ന് പറയുന്ന ആ പദം ചേർത്തിട്ട് ശർറദ്ദവാബായിട്ട് മനുഷ്യനെ മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ ആ ആയത്തുനിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. തെളിവ് ചോദിച്ചാലൊന്നും എൻ്റെ അടുത്തുണ്ടാവില്ല. കാരണം ഇതര ജീവജാലങ്ങളിലേക്ക് അത് ചേർത്ത് പറയാൻ കഴിയില്ല. കാരണം അവർക്ക് നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല.
ആ 3 കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ കോൺസ്റ്റൻ്റായ എല്ലാ സമയത്തും ഒരേപോലെയുള്ള അവസ്ഥകളിലേ അവർ തുടരുള്ളൂ. ആദം നബിൻ്റെ കാലത്തുള്ള കാക്കയും ഇന്നുള്ള കാക്കയും വ്യത്യാസം ഉണ്ടാവില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്നേ ഉള്ളൂ. കാടുകളൊക്കെയും മുറിച്ചൊഴിവാക്കിയത് കൊണ്ട് ഇനി പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോ ഉപയോഗിച്ചുകൊണ്ട് കൂടുണ്ടാക്കാം എന്ന ഡിസ്കോഴ്സ്, ജ്ഞാന വ്യവഹാരം ഒരു കാക്ക ചെയ്യൂല. എന്നാൽ വേറൊന്നും കിട്ടാത്തതുകൊണ്ട് എന്ത് ചെയ്യാം, അതെടുത്തിട്ട് പോകാം. അപ്പോൾ ഇന്ന ശറദ്ദവാബി ഇൻദല്ലാ എന്ന് പറയുന്ന ആ ഭാഗം വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്കൊക്കെ അറിയാവുന്ന മറ്റൊരു ആയത്താണ് വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് എന്ന് തുടങ്ങുന്ന ഭാഗം അല്ലേ. ലഹും ഖുലൂബുൻ ലാ യഅഖിലൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ എന്നിട്ട് പറഞ്ഞു ഉലൈക കൽ അൻആം ബൽഹും അളല്ലു സബീല. അൻആമിൻ്റെ സ്വഭാവം അതാണ് എന്നത് നെഗറ്റീവ് സെൻസിലല്ല ഉപയോഗിച്ചത്. നേരെമറിച്ച് അവർക്കുള്ളത് അവരങ്ങനെ നിലനിർത്തി പോവുകയുള്ളൂ, അത് മുകളിലേക്കും താഴേക്കൊന്നും പോകില്ല എന്നർത്ഥം. അങ്ങനെയാകരുത് എന്നതിനാണ് ആ ഭാഗം ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതര ജീവജാലങ്ങൾക്ക് ബുദ്ധി എന്നതോ നിരീക്ഷണ പാടവം എന്നോ പറയുന്ന ഒന്നില്ല. അത് മനുഷ്യൻ്റെ മാത്രം ഒരു പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പരലോകത്ത് വെച്ചുകൊണ്ട് ആളുകൾ അവരുടെ സൃഷ്ടിപ്പിലുണ്ടായിരുന്ന കാര്യം ഉപയോഗിക്കാത്തതിനെക്കുറിച്ചൊരു പരാതി പറയുന്നുണ്ട്. കുന്ന നസ്മഉ ഔ നഅഖിലു മാ കുന്ന ലൗ കുന്ന നസ്മഉ ഔ നഅഖിലു മാ കുന്ന ഫി അസ്ഹാബി സഈർ 67:10. അപ്പോൾ അവിടെ ഉപയോഗിച്ചത് എന്താ? നസ്മഅ ഔ നഅഖിൽ, നസ്മഉ ഔ നഅഖിലു. ആ ഭാഗവും ഒരു പഠനവിധേയമായിട്ടുള്ളൊരു ഏരിയയാണ്. ആണ് അഖലിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 67:10 അവിടെ സൂചിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ അങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു ഭാഗമാണ്. അപ്പോൾ ഇവിടെയുള്ള മനുഷ്യൻ്റെ പ്രത്യേകതയും പരലോകത്ത് മനുഷ്യൻ എത്തുമ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്ന പരാതിയും അറിവ്, ബുദ്ധി എന്ന ഈ 2 ഭാഗങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. അഖൽ എന്ന പദം ഐന്, ഖാഫ്, ലാം, ഈ 3 അക്ഷരവും മനുഷ്യൻ്റെ ആദിമാവസ്ഥയുമായൊരു കണക്ഷനുണ്ട്. ഐന്, ലാം, ഖാഫ്. ഏതാണ്? അലഖ് എന്നത്. ഓക്കെ, അലഖുമായി അഖലിനൊരു കണക്ഷനുണ്ട്. ആ കണക്ഷൻ അത് കുറേ വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ്. സിയാവുദ്ദീൻ സർദാർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഈ ഒരു ഭാഗം എടുത്തു പറയുന്നുണ്ട്. അത് ഹദീസിലൊന്നും തിരഞ്ഞാലും അതേപോലെ തന്നെ തഫ്സീറിലൊന്നും തിരഞ്ഞാലൊന്നും കിട്ടൂല. അതൊരു ലിംഗ്വിസ്റ്റിക്കലായ ഒരു പഠനം, ഭാഷാ പഠനമായ ഒരു തലത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അത് ശരിയാണെന്നും അങ്ങനെ തന്നെയാണത് എന്നൊന്നും മനസ്സിലാക്കേണ്ടതില്ല. പക്ഷെ ഒരു കണക്ഷൻ അവിടെ ഉണ്ട് എന്നത് ഉൾക്കൊള്ളുക, ഒരറിവ് എന്ന നിലക്ക് ഉൾക്കൊള്ളുക. അപ്പം അലഖ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആദിമാവസ്ഥയിൽ നിന്ന്, അലഖിൽ നിന്നാണ് പിന്നീട് മനുഷ്യൻ രൂപപ്പെടുന്നത്. ആ ആദിമാവസ്ഥയ്ക്ക് അറബിയിൽ ഉപയോഗിച്ചിട്ടുള്ള 3 അക്ഷരങ്ങൾ തന്നെയാണ് മനുഷ്യൻ്റെ ഏറ്റവും സവിശേഷമായ അഖലിലേക്ക് കണക്ട് ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ളത്. 2, എന്താണ് അഖൽ എന്ന് പറഞ്ഞ അർത്ഥം? ആരാ പറഞ്ഞ? ബുദ്ധി. അഖൽ എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥം ഉണ്ടാവുമല്ലോ. അഖൽ എന്ന പദത്തിനൊരർത്ഥമുണ്ട്. സൗജ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താ? ആരാ പറഞ്ഞത്? സൗജ് എന്ന പദം മോഡേൺ അറബിയിൽ സൗജ് എന്ന പദം ഉപയോഗിക്കുന്നത് വേറൊരു സാധനത്തിനാണ്. അക്കൽ തു സൗജ എന്ന് ഉപയോഗിക്കും. അക്കല പറഞ്ഞാൽ തിന്നു. സൗജ് അക്കൽ തു സൗജ അല്ലെങ്കിൽ അക്കല സൗജ്. അക്കൽ തു സൗജ, ഞാൻ സൗജയെ തിന്നു. അക്കൽ തു സൗജ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഞാൻ ചോക്ലേറ്റ് തിന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ പല പല മിശ്രിതങ്ങളെ കൂട്ടിയോജിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു വസ്തു, മെൽറ്റേഷൻ ചെയ്തിട്ടുള്ളൊരു വസ്തു. അങ്ങനെ പൾപ്പ് രൂപത്തിൽ വേർതിരിക്കാൻ കഴിയില്ല, എന്നാൽ അതിനകത്ത് കയറിയിട്ടുണ്ട്.
അങ്ങനെയുള്ളൊരു പദത്തിനാണ് സൗജ് എന്ന് പറയാം. ഖുർആനിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. സുവ്വിജത്ത് എന്നൊരു പദമുണ്ട് ഖുർആനിൽ. എൻ്റെ തൊട്ടുപുറത്ത് എന്താ? വഇദൻ നുഫൂസു സുവ്വിജത്ത്. എൻ്റെ അർത്ഥം എന്താ? ഇണയാക്കുക എന്നാണോ? ആണോ? അല്ല. യെസ്, എന്തോ രണ്ടെണ്ണമാവുകയോ അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് വേർപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ വേർപ്പെട്ടിട്ടുള്ളത് ഒന്നുകിൽ ജസദ്, നഫ്സ് പോലുള്ളതായിരിക്കാം. അതിനെ ഒന്നിലേക്ക് സമായോജനം ചെയ്യുന്നു. സൗജ് എന്ന് പറഞ്ഞാൽ അതിന് യഥാർത്ഥത്തിൽ ചേർത്തു വയ്ക്കുക, പരസ്പരം വേർതിരിക്കാനാവാത്ത വിധത്തിൽ ഒന്നിനോട് ഇഴചേർന്ന് നിർത്തുക എന്നാണ് ആ പദത്തിൻ്റെ താല്പര്യം, അല്ല അർത്ഥം. സൗജ് അങ്ങനെ വരുമ്പോഴല്ലേ ആ സാധനം ക്ലിയർ ആവുള്ളൂ, അല്ലേ? നീയും ഞാനും നമ്മൾ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തണം, അപ്പോഴേ അതാവുള്ളൂ. എന്ന പോലെ അഖ്ല് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം എന്താ? അഖ്ല് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം പരസ്പരം ബന്ധിപ്പിക്കുന്നത് എന്നർത്ഥമുണ്ട്. അഖ്ല് മനഅന്നർത്ഥമുണ്ട്, അതിന് തടയാന്നർത്ഥമുണ്ട്. അഖ്ല് പരസ്പരം എന്നാണ്, രണ്ടു കാര്യങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒന്ന്. അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഭാഗമാണ് അഖാൽ എന്ന പദം. ബുഖാരിയിലെ സഹീഹുൽ ബുഖാരിയിലെ 50:33 ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലെ 791 ഈ പദമുണ്ട്. ഓക്കെ, ഞാൻ മക്തബത്തു ഷാമിലയാണ് അവലംബിച്ചിട്ടുള്ളത്. നിങ്ങളെ മുസാഫ് നോക്കിയാൽ ഈ നമ്പർ കിട്ടിയില്ലെങ്കിൽ എന്നെ പറയരുത്. അഖാൽ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ലൗ മനഊനി അഖാലൻ, അല്ലേ? ഒട്ടകത്തെ കെട്ടുന്നതോ അല്ലെങ്കിൽ ജീവിയെ കെട്ടുന്നതോ ആയ കയറ് തരാതിരുന്നാൽ ഞാൻ യുദ്ധം ചെയ്യും എന്ന്, അതിന് സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വാക്ക് നമുക്കറിയാം. അപ്പം അഖാൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? രണ്ട് വസ്തുക്കളെ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു വസ്തു. അതിനെ നമ്മൾ മലയാളത്തിൽ കയറ് എന്ന് പറയും. ആ പദത്തിൽ തന്നെയും വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞ ജ്ഞാന വ്യവഹാരത്തിൽ കിടക്കുന്നൊരു പദമാണത്. ഒരു ലോറി ഇങ്ങനെ പോകുകയാണ്, ആ ലോറിയിൽ ഇങ്ങനെ എന്താ പറയുക, ഒരാളിങ്ങനെ കെട്ടിബന്ധിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാളുകൾ അയാളോട് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? നിങ്ങൾ ഈ കെട്ടുന്നത് എന്തുകൊണ്ടാണ്? മറ്റൊരാൾ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ. ഈ രണ്ട് ചോദ്യത്തിന് ഒറ്റ മറുപടിയാണ് പറഞ്ഞത്. എന്താ? കയറ് എന്നാണ് പറഞ്ഞത്. രണ്ടാൾക്കും ആൻസർ കൃത്യമായി. അതാണ് ജ്ഞാന വ്യവഹാരം. അപ്പം യഖാൽ എന്ന് പറഞ്ഞാൽ കയറാണ്. കുഞ്ഞായ്മാക്കൻ്റെ കടിയിൽ കയറുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ? ഒരു കെട്ട് കയറുണ്ടോ അവിടെ? എന്താ ഉപകാരമുള്ളത്? അത് ഉപകാരപ്പെട്ടു. യെസ്, ആ കയറ് എന്ന് പറയുന്ന ആ വസ്തു കൊണ്ട് എന്ത് ഉപകാരം കിട്ടി എന്നതിവിടെ പറഞ്ഞു. എപ്പോഴാണ് കിട്ടിയത്? കയറൊരാൾ വാങ്ങിയാൽ ഉപകാരം കിട്ടൂല, കയറവിടെ വെച്ചാലും ഉപകാരം കിട്ടൂല. ആ കയർ എന്ത് ചെയ്യണം? കയറായി നിൽക്കണം എങ്കിൽ എന്ത് ചെയ്യണത്? അത് ബന്ധിക്കണം, മറ്റൊന്നുമായി ബന്ധിക്കണം. ഓക്കെ, തലച്ചോറില്ലാത്ത ആളുകളൊന്ന് കൈയൊന്നിച്ചേ. ഇല്ല, തലച്ചോറില്ലാത്തവർ കൈവന്തിക്കാം. മറ്റുള്ളവർ പറയണം. ചിലപ്പോൾ വേറെ ആരോ ഒപ്പമുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് ആ സാധനം ഇല്ല. ഓക്കെ എന്ന് പറഞ്ഞാൽ തലച്ചോറില്ലാത്തവർ ഈ ഭൂമിയിലില്ല. അത് ഓർഗണാണ്. ഇറ്റ് ഈസ് എൻ ഓർഗൺ. അതൊരു ഓർഗൺ മാത്രമാണ്. പക്ഷെ ആ ഓർഗൺ അവിടെ ഉള്ളത് കൊണ്ട് മയമാക്കാൻ്റെ പീടിയിലെ കയറ് മാത്രമാണത്. അതെടുക്കണം അവിടുന്ന്. അല്ലെങ്കിൽ അതിനൊരു ധർമ്മമുണ്ട്, ആ ധർമ്മം നിർവഹിക്കണം. എന്ന് പറഞ്ഞാൽ ബുദ്ധി ശരിയാവാൻ എന്ത് ചെയ്യണം? തലച്ചോറ് ശരിയാവാൻ ബുദ്ധി വേണം. ബുദ്ധി ഉണ്ടായിട്ടും കാര്യമില്ല. ബുദ്ധി എവിടെയും കൊണ്ടുപോയി കെട്ടണം. എന്ന് പറഞ്ഞാൽ അഖ്ല് എന്ന പദത്തിന് അർത്ഥം ലഭിക്കണം എങ്കിൽ ആ അഖ്ല് അഖാലാക്കി മാറ്റണം, എവിടെയെങ്കിലും കണക്ട് ചെയ്യണം. മനുഷ്യൻ്റെ ശരീരത്തിൽ സ്വയമേവ പ്രവർത്തിക്കാത്ത ഒരേ അവയവം മാത്രമേ ഉള്ളൂ.
എന്നെ നിങ്ങൾ കാണുന്നത് കാണണം എന്ന നിർദ്ദേശം കൊടുത്തിട്ടാണോ? നിങ്ങൾ അറിഞ്ഞിട്ടാണോ? നിങ്ങൾ അറിഞ്ഞിട്ടാണ് എന്നെ കാണുന്നത്? അല്ല. കേൾക്കണതോ? ഇല്ല. നമ്മളിങ്ങനെ പോകുമ്പോൾ പലതും കേൾക്കും. ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഒരു അവയവവും ഇപ്പം ഞാൻ ഇങ്ങനെ ആക്കുന്നു, ഞാൻ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് സിദ്ധാന്തം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആക്കിയതാ. അങ്ങനെ ആകുകയാണ്. ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ സ്വയമേവ ഇതൊക്കെ ചലിച്ചുകൊണ്ടിരിക്കും. പക്ഷെ തലച്ചോറ് എന്ത് ചെയ്യൂല? വർക്ക് ചെയ്യൂല. സ്റ്റിമുലി അവിടെ വേണം, സ്റ്റിമുലസ് കൊടുക്കണം. എന്തെങ്കിലും ഒരു ഉദ്ദീപനം, ഒരു പ്രേരണ കൊടുക്കാതെ തലച്ചോറ് വർക്ക് ചെയ്യൂല. അങ്ങനെ വർക്ക് ചെയ്യാതെ ഇങ്ങനെ അവിടെ ഇടുമ്പോഴാണ്, ഡെഡായി നിൽക്കുമ്പോഴോ വർക്ക് ചെയ്യാതിരിക്കുമ്പോഴോ ആണ് നമ്മൾ എന്താ എൻ്റെ തലച്ചോറ്റിൽ ചേറാണോ മണ്ണാണോ എന്നൊക്കെ ചോദിക്കല്. എനിക്കെന്താ ബുദ്ധിയില്ലേ എന്നാ ചോദിക്കുക. എനിക്കെന്താ തലച്ചോറില്ലേ? അത് സാങ്കേതിക അർത്ഥത്തിൽ ഒരു പക്ഷേ ചോദിച്ചേക്കാം. പക്ഷെ ബുദ്ധിയില്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇടപെടാതെ എൻ്റെ തലച്ചോറ് വർക്ക് ചെയ്യൂല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ ബുദ്ധിയുമായി കണക്ട് ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ കാഴ്ചയെ, കേൾവിയെ, മനസ്സിനെ ബന്ധിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. മറ്റൊന്നുമായി കെട്ടാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പം മറ്റൊന്നുമായി കെട്ടാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നു എന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു നാമം എന്ന നിലക്ക് വിശുദ്ധ ഖുർആനിൽ അഖൽ എന്ന പദം ഉപയോഗിച്ചിട്ടേയില്ല. അഖൽ എന്ന പദം നാമരൂപത്തിൽ ഉപയോഗിച്ചിട്ടില്ല. റജുല്, റിജ്ല്, റഅ്സ്, യദ്, സമഅ, ബസർ, അൻഫ്, ഫം ഇതൊക്കെ നാമത്തിൽ ഖുർആനിൽ വന്നിട്ടുണ്ട്. പക്ഷെ അഖൽ വന്നിട്ടില്ല. ഇല്ല, നാമത്തിൽ വന്നിട്ടില്ല. ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്, അത് വേറൊരു സ്ഥലമാണ്. അഖൽ, ബുദ്ധി എന്ന അർത്ഥത്തിലുള്ളൊരു നാമപദമായി ഖുർആനിൽ വന്നിട്ടില്ല എന്ന് 100% ഉറപ്പുവരുത്തിയിട്ടാണ് വന്നിട്ടില്ല എന്ന് പറയുന്നത്. കാരണം പേടിയാണ്, എന്ത് മുണ്ടിയാലും ഇപ്പം ഞാൻ കുടുങ്ങുകയാണ്. അപ്പോൾ കൃത്യമായ അർത്ഥത്തിൽ അഖൽ എന്ന പദം നാമരൂപേണ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഉപയോഗിച്ചത്? വെർബലായിട്ട് മാത്രം ഉപയോഗിച്ചത്. വെർബായി മാത്രമാണ് വിശുദ്ധ ഖുർആനിൽ പ്രസ്തുത പദം ഉപയോഗിച്ചിട്ടുള്ളത്. 2:75 സൂറ ബഖറയിലെ 75-ാമത്തെ വചനത്തിൽ മാ അഖലൂഹു എന്ന ഒരു പദം വന്നിട്ടുണ്ട്. അഖലൂഹു എന്നൊരു പദം നാമരൂപേണയുള്ള ഒരു പദമാണത്. അത് വേറൊരു ആശയമാണ് അവിടെ പറയുന്നത്. ബുദ്ധിയുമായി കണക്ട് ചെയ്തിട്ടുള്ളതിൽ വിശുദ്ധ ഖുർആനിൽ അഖൽ ക്രിയാരൂപത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ക്രിയാരൂപം തന്നെ ഖുർആനിൽ വന്നിട്ടുള്ളത് ഒന്നുകിൽ ഭാവിയാണ്, അല്ലെങ്കിൽ വർത്തമാനമാണ്, പാസ്റ്റില്ല. ഇതെന്താ കിട്ടിയേ? ഇതിനെന്താ കിട്ടിയത്? പാസ്റ്റ് ടെൻസിൽ അഖൽ ഉപയോഗിച്ചിട്ടില്ല, പ്രസൻറ്റിലോ ഫ്യൂച്ചറിലോ ആണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പാപ്പൊക്കെ ഒരു ആനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിയാവില്ല. ഇന്നലെ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു മനുഷ്യൻ അറിവ് നേടും. അറിവ് നേടിയാൽ അവൻ്റെ ചിന്ത വളരണം എന്നില്ല. ആ അറിവിനെ എന്ത് ചെയ്യണം? ഒന്നുകിൽ വർത്തമാനത്തിലേക്കോ അതല്ലെങ്കിൽ ഭാവിയിലേക്കോ അഖല കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്യാൻ ആർക്കും മാത്രമേ കഴിയൂ? മനുഷ്യന് മാത്രമേ കഴിയൂ. ഇതര ജീവജാലങ്ങൾക്ക് മനുഷ്യൻ അവരുടെ ബുദ്ധിയെയും അറിവിനെയും കാലവുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല. ഏറ്റവും കൂടുതൽ ശേഷിയുള്ള, കഴിവുള്ള ജീവികളിൽ ഒരു ജീവിയാണ് അത്. ഏത്? ബീവറെ കോപ്പി അടിച്ചിട്ടാണ് നമ്മൾ വെറുതെ ഉണ്ടാക്കിയത്. പക്ഷെ ബീവറുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം കാലവുമായി കണക്ട് ചെയ്യാൻ ബീവർക്ക് കഴിയില്ല. നായയുടെ ഘ്രാണശക്തിയെ കാലവുമായി കണക്ട് ചെയ്യാൻ ആർക്ക് കഴിയൂല? നായക്ക് കഴിയൂല. AI ഓറിയൻറ്റഡായ നായ ദുനിയാവിലുണ്ടാവില്ല. നമ്മൾ ഉപയോഗിക്കുന്ന AI-യിലേക്ക് നായയുടെ ഏതെങ്കിലും കഴിവ് നമ്മളായി കൊണ്ടുവന്ന് ഉണ്ടാക്കിയിട്ട് വികസിപ്പിക്കാനൊക്കെ കഴിയുള്ളൂ. കഴിഞ്ഞേക്കാം, അള്ളാഹു അല്ല, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ മനുഷ്യന് മാത്രം കഴിയുന്നതാണ് ഭാവി കാലത്തിൽ ഉപയോഗിച്ചിട്ടുള്ള അഖൽ എന്ന പദം,
അല്ലെങ്കിൽ വർത്തമാനകാലത്തിൽ ഉപയോഗിച്ചിട്ടുള്ള അഖ്ൽ എന്ന പദത്തെ ആ അർത്ഥത്തിൽ തന്നെ രൂപീകരിച്ചെടുക്കുമ്പോഴാണ് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. ജാബിർ ബിൻ ഹയ്യാൻ, ഖുവാറസ്മി, ഇബ്നു സീന, ഇബ്നു ഖൽദൂൻ, ജാബിർ ബിൻ അഫ്ലഹ്, ഇങ്ങനെ കുറേ ആളുകളുണ്ട്. ഇബ്നു ഹൈത്തം, ഇബ്നു റുഷ്ദ്, ഫാറാബി. ഈ മനുഷ്യന്മാരൊക്കെ ചെയ്ത പണി എന്താ? ലോകത്തിലെ ഉഗ്രപ്രതാപികളായിട്ടുള്ള ദിഷണാവൈഭവം കൊണ്ട് ലോകത്തെ പിടിച്ചടക്കിയ മനുഷ്യന്മാരാണ് അവർ. ഇപ്പുറത്ത് മതത്തെക്കുറിച്ച് പറഞ്ഞാലോ, ഇബ്നു തൈമിയ. ഏറ്റവും ആദ്യത്തേതിലേക്ക് പോയാൽ ഇമാം മാലിക് മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ. ഈ ആളുകൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇന്നും തിരുരങ്ങാടി ബുക്ക് സ്റ്റാളിൽ നിന്ന് വരെ വാങ്ങാൻ കിട്ടും. നഹ്ജുൽ ബലാഗ, ഹദീസ് നിദാന ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയിട്ട് സഹീഫത്തു അലി എന്ന പുസ്തകമുണ്ട്. ഇബ്നു അബ്ബാസ് വാങ്ങാൻ കിട്ടും. എത്രയോ ഭാഗങ്ങൾ ഈ വിഷയ സംബന്ധമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതെന്താ ചെയ്തത്? അഖ്ലിനെ കാലവുമായി കണക്ട് ചെയ്തിട്ട് അവർ ഉപയോഗപ്പെടുത്തി എന്നതാണ്. ആ അഖ്ൽ തലച്ചോറിൽ മാത്രം അവിടെ ഒതുക്കി വെച്ചിരുന്നെങ്കിൽ ഞാനീ പറയുന്ന സാധനങ്ങൾ പോലും പുറത്തേക്ക് കിട്ടൂല. കാരണം പൂർവ്വസൂരികളായ ആളുകൾ ഖുർആനിൽ ഉപയോഗിച്ച അഖ്ലിനെയും ഇസ്ലാമിലെ അഖ്ലിനെയും കുറിച്ച് ചിന്തിച്ചു മനസ്സിലാക്കിയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള രേഖകൾ വായിച്ച് അതിനനുസൃതമായി ആലോചിച്ചതിന് ശേഷമാണ് നമ്മൾ പലതും പറയാം. അപ്പം അഖ്ൽ എന്ന് പറഞ്ഞാൽ ചിന്ത ഉണ്ടാകണമെങ്കിൽ, ദിഷണ ഉണ്ടാകണമെങ്കിൽ അത് സ്വയം ഉണ്ടാക്കുക തന്നെ ചെയ്യണം, സ്വയമേവ ഉണ്ടാകണം. അതാണ് വിശുദ്ധ ഖുർആനിൽ ആ വിഷയവുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ഭാഗങ്ങൾ. 49 വചനങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ അഖ്ലുമായി കണക്ട് ചെയ്തു വന്നിട്ടുള്ളത്. 49 വചനം. അത് 49ഉം വെർബൽ ഫോമാണ്. 34 തവണ മക്കി സൂറത്തിലുണ്ട്, 15 തവണ മദനി സൂറത്തിലുണ്ട്. തഅഖിലൂന എന്ന പദം, തഅഖിലൂന എന്ന പദം 24 പ്രാവശ്യം, യഅഖിലൂന എന്ന പദം 22 പ്രാവശ്യം, നഅഖിലു, യഅഖിലുഹാ എന്നീ പദങ്ങൾ ബാക്കിയും ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ 49 പദങ്ങൾ വന്നിട്ടുണ്ട്. അതിന് പുറമെ അതേ ആശയത്തിലേക്ക് ചേർത്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള പദങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ലുബ്, ഉലുൽ അൽബാബ്. ലുബ് എന്ന പദം അത് ബുദ്ധിയുടെ കുറച്ചുകൂടി മുകൾ പരപ്പിൽ നിൽക്കുന്ന ഭാഗമാണ്. എനിക്കും ബുദ്ധിയുണ്ട്, സ്റ്റീഫൻ ഹോക്കിൻസിനും ബുദ്ധിയുണ്ട്. രണ്ടും ഒന്നല്ല. അത് ഏതോ ലോകത്ത് കിടക്കണ അത്രയും വഴിദൂരമുള്ള 2 ബുദ്ധികളാണത്, അല്ലേ? ആണ്. ലുബ് എന്നത് 16 തവണ ഖുർആനിലുണ്ട്. നുഹ, ലി ഉലി നുഹ 2 തവണ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഹിജ്ർ എന്ന പദം, ഹിജ്ർ ബുദ്ധിക്ക് ഉപയോഗിക്കുന്ന പദമാണ്, 1 പ്രാവശ്യം ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഫക്കറ, ഫിക്ർ എന്ന പദം, നവർ എന്ന പദം, തദബ്ബുർ എന്ന പദം, റഅയ് എന്ന പദം, ഖൽബ് എന്ന പദം, ഐൻ എന്ന പദം. ഐൻ എന്ന പദം പോലും ബുദ്ധിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ബി അയുനിന എന്നൊരു പദമുണ്ട് ഖുർആനിൽ. എന്താ അർത്ഥം? എൻ്റെ നിരീക്ഷണത്തിൽ എന്നാണ്, എൻ്റെ ഒബ്സർവേഷനിൽ ആണ്. നൂഹ് നബിയെക്കുറിച്ച് പറയുന്നിടത്താണ് ആ ഭാഗമുള്ളത്. ബി അയുനിന. അപ്പം ഐൻ എന്നത് നിരീക്ഷണ പാഠവുമായി ബന്ധപ്പെടുത്തി ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള പദങ്ങളിലെ ഒരു പദമാണ്. ഇവിടെ വിശുദ്ധ ഖുർആൻ ഈ വിഷയങ്ങൾ പറയുന്ന സമയത്ത് അഖലുമായി കണക്ട് ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ള ഇത്രയധികം പദങ്ങൾ, ആ പദങ്ങളിലൊക്കെയും അതിൻ്റേതായ അർത്ഥവും പരിഗണനയും ഒക്കെ പലതരത്തിലും വ്യത്യാസപ്പെട്ടുകൊണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്, ഇസ്മായി വന്നിട്ടില്ല, വെർബായി ആണ് വന്നിട്ടുള്ളത്. വെർബ് തന്നെ ഭാവിയോ ഭൂതമോ ആണ്. അപ്പം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് വൽ അസ്, സൂറത്തുൽ അസ്ർ, അല്ലേ? ഇത്ര വിപ്ലവകരമായ ആശയങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ള ചെറിയ സൂറകളിലെ ഒരു സൂറയാണ് വൽ അസ്. നമ്മൾ വൽ അസർ ഇന്നൽ ഇൻസാന ലഫീ ഖുസർ എന്ന് ഉപയോഗിക്കാറുണ്ട്. ബാക്കി അവിടെ നിൽക്കട്ടെ. ഈ 2 ആശയവും ഈ 2 പദവും ചേർത്തിട്ടൊന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക?
മനുഷ്യൻ എപ്പോഴാണ് നഷ്ടത്തിൽപ്പെട്ടു പോവുക? മനുഷ്യൻ എപ്പോഴാണ് നഷ്ടത്തിൽപ്പെട്ടു പോവുക? മനുഷ്യൻ അവനെ കാലവുമായി ബന്ധപ്പെടുത്താതിരുന്നു കഴിഞ്ഞാൽ അവൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. വൽ അസ് ഇന്നൽ ഇൻസാന ലഫീ ഖുസ് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇതൊക്കെ കണക്ട് ചെയ്യണം, അതൊക്കെ അതിലുണ്ടാകണം. പക്ഷെ ആ ഭാഗമൊക്കെ എവിടെ പോകണം? എൻ്റെ വല്ലിപ്പ നടത്തിയ പാരൻറ്റിങ്ങും എൻ്റെ വാപ്പ നടത്തിയ പാരൻറ്റിങ്ങും ഞാൻ നടത്തുന്ന പാരൻറ്റിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉണ്ടായേ പറ്റൂ. വബിൽ വാലിദൈനി ഇഹ്സാന എന്ന ആയത്തിന് അർത്ഥവ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറയുന്ന ആയത്ത് അഖലിലേക്ക് കണക്ട് ചെയ്ത് അതിൻ്റെ ഭാവിയും ഭൂതവും അതിൻ്റെ ഭാവിയും വർത്തമാനവും പരിഗണിച്ച് അസ്റുമായി അതിനെ കണക്ട് ചെയ്യുമ്പോൾ ഇഹ്സാന എന്ന് പറയുന്ന പദത്തിന് വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ വ്യവഹാരങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇന്നലെ ഓതിയ ആയത്ത് ഇന്ന് അതേപോലെ ഓതണം. പക്ഷേ ആ ആയത്തിനെ കാലവുമായി കണക്ട് ചെയ്ത് കൊണ്ടുപോകാനും കഴിയണം. ചിലത് കഴിയും, ചിലത് കഴിയൂല. രണ്ടും ഇസ്ലാമിലുള്ളത് തന്നെയാണ്. അവിടേക്ക് ഞാൻ പിന്നെ വരാം. അപ്പോൾ പറഞ്ഞത് ഇതാണ്. ഇനി 3 തരത്തിലുള്ള ബുദ്ധിയെക്കുറിച്ച്, അല്ലെങ്കിൽ 3 തരത്തിലുള്ള ബുദ്ധി ഉപയോഗത്തെ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എൻസൈക്ലോപീഡിയയിലെ 15-ാം വാള്യത്തിൽ 646-ാമത്തെ പേജിൽ യൂറോപ്യൻ നവോത്ഥാനവും അറേബ്യൻ നവോത്ഥാനവും അല്ലെങ്കിൽ അറേബ്യൻ ചിന്താ പ്രകാശവും, ദ എൻലൈറ്റൻമെൻറ്റ് ഓഫ് അറബ്സ് ആൻഡ് ദ യൂറോപ്യൻ എൻലൈറ്റൻമെൻറ്റ്, ഇതിൻ്റെ രണ്ടിനെയും കുറിച്ചുള്ളൊരു പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനത്തിൽ യൂറോപ്യന്മാർ അറബികളെ അനുകരിക്കാൻ കാരണം, അറബുകളിൽ നിന്നാണ് യൂറോപ്യന്മാർ എന്ത് ചെയ്യുന്നത്? അറിവ് നേടുന്നത്, നവോത്ഥാനം ഉണ്ടാകുന്നത്. ഇതൊക്കെ അറബിൽ നിന്നാണ് സ്വീകരിച്ചത്. ഓരോ ശാസ്ത്രശാഖയുടെയും ആദിമ ഭാഗം കിടക്കുന്നത് എല്ലാത്തിലുമല്ലെങ്കിലും ശരി അറബികളുടെ കയ്യിലാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അറബികൾ അല്ലെങ്കിൽ ഇസ്ലാമിൽ ചിന്താ സ്വാതന്ത്ര്യം അനുവദിച്ചു എന്നതാണ് എന്ന് ലോക പഠനങ്ങളിൽ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ആ ചിന്താ സ്വാതന്ത്ര്യത്തെ ക്രൈസ്തവ ലോകം യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ടോളമി മരണപ്പെടുന്നത് ചിന്തിച്ചപ്പോഴാണ്. ചിന്ത പുറത്തേക്കിട്ടപ്പോഴാണ് ഹോളോകോസ്റ്റ് വിവാദം നടക്കുന്നത്. അതേപോലെ തന്നെ ക്രിസ്ത്യൻ ബുദ്ധിജീവികളും ശാസ്ത്രപടുക്കളായ ആളുകളും അവരുടെ പുരോഹിതന്മാരും തമ്മിൽ സംഘട്ടന ഉണ്ടാകുന്നത്, ചുട്ടുകൊല്ലുന്നത്. ഇതൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം? ആലോചിച്ചു എന്നുള്ളതാണ്, ചിന്തിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇസ്ലാമിൽ ആ വിഷയത്തെ വളരെ ശക്തമായി പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടാണ് അറബ് ലോകത്തിന് അത്ര വലിയ ഉയർച്ചയിലേക്ക് വരാൻ കാരണം. ഓപ്റ്റിക്കൽ സയൻസിൻ്റെ പിതാവാരാ? അദ്ദേഹത്തിൻ്റെ 100-ാം വർഷമാണ് ആഘോഷിച്ചത്. ദ ലൈറ്റ് എന്ന പേരിൽ. ഇബ്നു ഹൈത്തം. എത്രയോ നൂറ്റാണ്ടുകൾക്കപ്പുറത്തുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. ആ മനുഷ്യൻ്റെ ഓപ്റ്റിക്കൽ സയൻസിലെ തിയറികൾ, ആലോചനകൾ ഇപ്പോഴും ഫിസിക്സിൽ ആ ഭാഗം അടിസ്ഥാന പാർട്ടായിട്ട് സ്വീകരിക്കുന്നുണ്ട്. അല്ലേ? അറബികളില്ലായിരുന്നുവെങ്കിൽ ഹാറൂൺ സാറിന് പഠിപ്പിക്കാൻ കഴിയില്ല. ആരാ മാത്തമാറ്റിക്സിൻ്റെ പാർട്ട്? അതിൻ്റെ അടിസ്ഥാനം രൂപപ്പെടുന്നത് അറബികളിൽ നിന്നാണ്. നമുക്കും പഠിക്കാൻ കഴിയില്ല, പലതും കിട്ടൂല. ജാബിർ ഇബ്നു ഹയ്യാമാണ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ അതിൻ്റെ ആദ്യ പാർട്ട് പഠിപ്പിച്ചു കൊടുത്തത്. അദ്ദേഹം ഒരു പള്ളിയുടെ മുകളിൽ കയറിയിട്ട് പക്ഷികളെ നിരീക്ഷിക്കാറുണ്ടായിരുന്നു. പക്ഷി നിരീക്ഷണത്തിൽ അതിവിദഗ്ധനായ അദ്ദേഹം എങ്ങനെ ചിറകുണ്ടാക്കാം, ആ ചിറകുണ്ടാക്കി എങ്ങനെ ആകാശത്തിലൂടെ പാറണം എന്ന് പഠിച്ച് മനസ്സിലാക്കി വർഷത്തെ അധ്വാനങ്ങൾക്ക് ശേഷം അദ്ദേഹം ചിറക് സംഘടിപ്പിച്ച് പാറിയതാണ്. പക്ഷെ മൂപ്പര് താഴത്തേക്ക് എത്തിയതെന്ന് വേറെ വിഷയം, അങ്ങനെയാണ് മരിച്ചതെന്ന് വേറെ വിഷയം. പക്ഷേ നിരീക്ഷണം അവിടെ നടന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്,
ഇസ്ലാമിൽ അനുവദിച്ചിട്ടുള്ള ഈ ചിന്താപരമായ സ്വാതന്ത്ര്യത്തെ നമ്മൾ, ഖുർആൻ പറയുന്ന ചിന്താ സ്വാതന്ത്ര്യത്തെ എവിടെയാണോ നമുക്ക് കളഞ്ഞു പോയിട്ടുള്ളത് അവിടെ നിന്ന് യഥാർത്ഥത്തിൽ അറബ് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നതാണ്. യഥാർത്ഥത്തിൽ ജൂതന്മാർ അറബികളുടെ ബുദ്ധി അതിശക്തമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അറബികളെ ടെക്സ്റ്റിലേക്ക് മടക്കിയത്. നമ്മുടെ നാട്ടിൽ പല അർത്ഥത്തിലും നവോത്ഥാനത്തിന് വിലങ്ങുതടിയായി മാറുന്നത് ടെക്സ്റ്റ് വായിക്കാൻ പോയതുകൊണ്ടാണ്. ടെക്സ്റ്റിനപ്പുറത്തേക്ക് വായിക്കണം. ചില ടെക്സ്റ്റ് വായിച്ചാൽ, ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അത് അതേപോലെ തന്നെ എടുത്ത് വായിച്ചാൽ അത് അപകടത്തിലേക്കേ പോവുകയുള്ളൂ. വളരെ സിമ്പിളായൊരു എക്സാമ്പിൾ പറയാം. വൈദാ ഖുംതും ഇലസ്വലാ ഫഗ്സിലു വുജൂഹക്കും. അത് അതേപോലെ നടപ്പിലാക്കി എന്താ സംഭവിക്കുക? വൈദാ ഖുംതും ഇലസ്വലാ, നിസ്കാരത്തിന് വന്നതിന് ശേഷം സഫിൽ നിന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? വുദുണ്ടാക്കേണ്ടത്. അപ്പോൾ ഓരോരുത്തരും മുമ്പിൽ ടാപ്പ് വേണം. അതാണ് ഇതിൻ്റെ ടെക്സ്റ്റൽ റീഡിങ്. പക്ഷെ കാമ എന്ന് പറയുന്ന പദം, നിർവഹണം എന്ന പദം, ആ പദത്തെ നമസ്കാരത്തിന് വേണ്ടിയുള്ള ആശയഭാഗമാണെന്ന് പഠിക്കുമ്പോഴാണ് അവിടുന്ന് ആ സാധനം കിട്ടുന്നത്. ബുദ്ധി അവിടെ ഉപയോഗപ്പെടുത്തണം. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഹദീസിനെ ചോദ്യം ചെയ്യുന്നത് ബുദ്ധിക്കെതിരായതുകൊണ്ടാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ ബിലാൽ റളിയല്ലാഹു അൻഹു രാത്രി ബാങ്ക് വിളിക്കുകയും അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം സുബഹിയുടെ ബാങ്ക് നിർവഹിക്കുകയും ചെയ്തു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. ആ ഹദീസിനെ ആയിഷ റളിയല്ലാഹു അൻഹ വിമർശിച്ചു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇബ്നു ഉമറിന് തെറ്റുപറ്റി എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇബ്നു ഉമറിന് തെറ്റുപറ്റി എന്നത്, അഖൽ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, അവരുടെ പേര് അഖലാനി എന്നാണെങ്കിൽ ആദ്യം വിളിക്കേണ്ടത് ആയിഷ റളിയല്ലാഹു അൻഹയെ അഖലാനിയ എന്നാണ്. അതിന് ന്യായം പറഞ്ഞത് രാത്രി ബാങ്ക് കൊടുക്കാൻ ആർക്കും കഴിയും. കാരണം രാത്രിയിൽ ബാങ്ക് കൊടുക്കുന്നതിന് ഒന്നും കാണേണ്ടതില്ല, രാത്രി ആയെന്ന ബോധ്യം മതി. എന്നാൽ സുബഹിയുടെ അറിയിപ്പ് കൊടുക്കുന്ന, ഫജ്റിൻ്റെ അറിയിപ്പ് കൊടുക്കുന്ന ബാങ്ക് വിളിക്കണം എങ്കിൽ കാണണം. അതുവരെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറയണമെങ്കിൽ അത് കാണണം. അന്ധനായ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂമിന് ആ ബാങ്ക് വിളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇബ്നു ഉമർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ ബുദ്ധിപരമായ, നിരീക്ഷണപരമായ ഒരപകടമുണ്ട്. രാത്രി ബാങ്ക് കൊടുത്തത് അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂമാണ്, സുബഹിക്ക് ബാങ്ക് കൊടുത്തത് ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. ഇത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കേരളം പ്രസിദ്ധീകരിച്ചിട്ടുള്ള അബ്ദുൽ ഹഖ് സുല്ലമി ആമയൂരിൻ്റെ ഹദീസ് ശാസ്ത്രത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്ന് പറയുന്ന പുസ്തകം ഇപ്പോഴും വാങ്ങാൻ കിട്ടും എന്നാണ് എൻ്റെ അറിവ്. എൻ്റെ കയ്യിൽ പഴയതുള്ളത്. ആ പുസ്തകത്തിൽ ഈ ഭാഗം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അവിടെ മനുഷ്യൻ്റെ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത് പറയുമ്പോൾ രണ്ട് പാർട്ട് കൂടി നമ്മൾ പഠിക്കണം. ഇസ്ലാമിൽ ബുദ്ധി ഉപയോഗപ്പെടുത്തേണ്ട സ്ഥലമുണ്ട്, ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലമുണ്ട്, പറ്റാത്ത സ്ഥലമുണ്ട്. ഒന്നിന് പറയുന്ന പേര് തഅബ്ബുദി എന്നാണ്. തഅബ്ബുദി. അവിടെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഇടപെടാൻ കഴിയില്ല. ഇടപെട്ടാലും ഫലം ഉണ്ടാവില്ല. 7 പ്രാവശ്യം തവാഫ് ചെയ്യണം, 5 പ്രാവശ്യം നിസ്കരിക്കണം, 5 വക്ത് നിസ്കരിക്കണം, അല്ലാഹു അക്ബർ എന്ന് കൈ ഉയർത്തിയിട്ട് ഇവിടെ കെട്ടണം. എന്താ ഒമാനിയാളമായി ഇങ്ങനെ എന്നാ പോരെ? അതിങ്ങനെ കെട്ടണം എന്നെങ്ങനെ? അത് നമ്മളിങ്ങനെ ഇടങ്ങാറാക്കിയിട്ട് ഹൃദയമാണ്, അതാണ് അതിൻ്റെ മിടിപ്പാണെന്ന്, അതിനൊന്നും ഒരു അർത്ഥമില്ല. അവിടെ തഅബ്ബുദിയാണത്. ആ തഅബ്ബുദിയായ കാര്യം 2.5% സക്കാത്ത് കൊടുക്കണം. 100-ൽ 2.5 രൂപ സക്കാത്ത് കൊടുക്കണം. അത് തഅബ്ബുദിയാണ്. എന്നാൽ സക്കാത്ത് എന്ന് പറയുന്ന സിസ്റ്റത്തെ ലോക സമൂഹത്തിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി തഅബ്ബുദിയായ അർത്ഥത്തിൽ പറ്റൂല. അവിടെ ബുദ്ധിയും യുക്തിയും സാഹചര്യ ഭാഗവും ഉപയോഗപ്പെടുത്തിയിട്ടാണ് കഴിയുക. അതിനാണ് മഅഖൂൽ മഅനവി എന്ന് പറയാം. ഒന്ന്
ഇവിടെ ഉണ്ട്. തഅബ്ബുദിയാണ്. രണ്ടാമത്തത് മഅഖൂൽ മഅനവിയാണ്. തഅബ്ബുദി എന്ന് പറഞ്ഞാൽ പക്കാ ആരാധനാബന്ധിതമായ മനുഷ്യൻ്റെ ദിഷണാശേഷിയെ ഇടപെടാൻ പറ്റുമല്ലേ എന്നുള്ളതല്ല, ഇടപെടേണ്ടതില്ലാത്ത, ഇടപെടാൻ പാടില്ലാത്ത ഒരേരിയ ആണ് ഗൈബിയായ കാര്യം. എന്താലോചിച്ചിട്ടും കാര്യമില്ല, അവിടെ ഇടപെടാൻ കഴിയില്ല. അതാണ് തഅബ്ബുദി മഅഖൂൽ മഅനവി എന്ന് പറയുന്നത്. മജ്മുഉൽ ഫതാവയിൽ വന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഞാൻ അവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് മുമ്പ് മജ്മുഉൽ ഫതാവയിൽ വന്നിട്ടുള്ള ഒരു കാര്യം, ഫജിൻസു النظر العقلي غير مذموم عند أهل السنة أما المذموم منه بدع وهو ما كان عاد بالنقل على الشرعيات كتاب أنزلناه إليك مبارك ليدبروا آياته وليتذكر أولو الألباب എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ മജ്മുഉൽ ഫതാവയിൽ ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹി അലൈഹി കൃത്യമായി പറയുന്നുണ്ട്, ബുദ്ധി ഉപയോഗിക്കുന്ന വിഷയത്തിൽ അഹ്ലുസുന്ന അതിനെ തെറ്റായി കാണുന്നില്ല, അതവിടെ ഉപയോഗപ്പെടുത്തേണ്ടത് തന്നെയാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ വമുഹിമ്മത്തുൽ ആഖ്ലി ഇൻദഹും ഹിയ ദലാല അലാ സിദ്ഖിൻ നഖൽ സത്യസന്ധമാണ് എന്ന് പറയുന്നതിന് വേണ്ടി അഖലാണ് ഉപയോഗപ്പെടുത്തുക. നഖൽ എന്ന് പറഞ്ഞാൽ പ്രമാണം, ടെക്സ്റ്റ്. ആ നഖൽ അതാണ് സ്വീകരിക്കേണ്ടത്, അത് അപ്പുറത്തേക്ക് ബുദ്ധിയിലേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ പറയണമെങ്കിൽ അതെങ്ങനെ പറയാം? മനുഷ്യൻ്റെ ആലോചനാശേഷി ഉപയോഗിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ എന്നാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം. അതുകൊണ്ട് ശൈഖുൽ ഇസ്ലാം പറയുന്നത് വൽ അഖ്ലു യദുല്ലു അലാ സിദ്ഖിർ റസൂലി ദലാലത്തുൻ ആമ്മത്തുൻ മുത്ലഖ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ സത്യസന്ധത എന്ന് പറയുന്നത് ബുദ്ധിയാണ് എന്ന് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ബുദ്ധി എന്ന് പറയുന്നതിനെ ഇസ്ലാം പരിഗണിക്കുകയും ഖുർആൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടാണ് മുന്നോട്ട് പോയത്. നമ്മുടെ മുമ്പിൽ 3 തരത്തിലുള്ള ബുദ്ധി രൂപങ്ങളുണ്ട്, അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന സിസ്റ്റങ്ങളുണ്ട്. ഒന്ന് ഇൻ്റലക്ച്വൽ സ്ലേവറിയാണ്. എന്താണ്? ചിന്താപരമായ അടിമത്തം. ചിന്തിക്കാൻ പാടില്ല, ആലോചിക്കാൻ പാടില്ല, അങ്ങനെ പറ്റില്ല, ഇങ്ങനെ പറ്റില്ല, ഇങ്ങനെ പറഞ്ഞ് ചിന്തയുടെ എല്ലാ ഭാഗങ്ങളെയും ബ്ലോക്ക് ചെയ്യുന്ന പാർട്ട്. രണ്ടാമത്തേത് ചിന്തന സ്വതന്ത്രമായി തുടർന്നു വിടുന്ന പാർട്ട്. നമ്മുടെ നാട്ടിലുള്ള ലിബറലിസമൊക്കെ അതിൽപ്പെട്ടതാണ്. ഓരോരുത്തർക്ക് തോന്നുന്ന അനുസരിച്ച് മുന്നോട്ട് പോവുക. മൂന്നാമത്തെ ഭാഗമാണ് ഇൻ്റഗ്രേറ്റഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് ഇൻ്റലിജൻസ്, അതിൻ്റെ പച്ച മലയാളം പറഞ്ഞാൽ ഉദ്ഗ്രഥിതമായ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്യൂരിഫൈഡ് ആയിട്ടുള്ള, സമഗ്രമായ എല്ലാ ആശയതലങ്ങളെയും അർത്ഥതലങ്ങളെയും ഉൾക്കൊള്ളുന്ന, അതിനാണ് ഇൻ്റഗ്രേഷൻ എന്നുപയോഗിക്കുക. ഇൻ്റഗ്രേറ്റഡ് ഇൻ്റലിജൻസ്, ഏറെ പരിശുദ്ധമായിട്ടുള്ള ഒരു ബുദ്ധി യഥാർത്ഥത്തിൽ വേണം, സ്ഫുടം ചെയ്തെടുത്തിട്ടുള്ള ബുദ്ധി വേണം എന്നതാണ്. എപ്പോഴാണ് ഒരു വസ്തു സ്ഫുടം ചെയ്യുക? സ്ഫോടം എന്നൊരു സിസ്റ്റം ഉണ്ട്. സ്ഫോടം എന്താ സ്ഫോടം? സ്ഫോടം എന്ന് പറഞ്ഞാൽ സ്വർണം ഉരുക്കിയെടുക്കുന്ന പ്രക്രിയക്കാണ് എന്ന് പറയാം. സ്വർണ്ണമല്ല, സ്വർണത്തിൻ്റെ ഏറ്റവും കറുത്ത അവസ്ഥയിലേക്ക് അതിനെ മാറ്റുമ്പോഴാണ് ഇതിലേക്ക് പോവുക. എന്ന് പറഞ്ഞാൽ കോയിൻസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കത്തിച്ച് ലെവലാക്കുമ്പോഴേ ഇത് ചെയ്യുള്ളൂ. ആ പ്രക്രിയക്കാണ് സ്ഫോടം എന്ന് പറയാം. സ്ഫുടം ചെയ്തത്, സ്ഫോടത്തിലൂടെ കടന്നു വന്നിട്ടുള്ള ഒന്ന്. അങ്ങനെ സ്ഫുടം ചെയ്തെടുത്തിട്ടുള്ള ഒരു ബുദ്ധി, അതിനെ കത്തിക്കണം. ആദ്യം കത്തിക്കണം. അതിനാണല്ലോ ഈ ബൾബ് കൊടുക്കല്, അല്ലേ? ബുദ്ധി ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണെന്ത്? ഒരു ബൾബ് കത്തും. യെസ്, പച്ചമലയാളത്തിൽ ലഡു പൊട്ടി എന്നൊക്കെ പറയല്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ബുദ്ധിയെ കത്തിച്ച് ബേണിങ് ചെയ്തിട്ട് കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് സ്ഫുടം ചെയ്തു പോകുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ ബേണിംഗ് നിർവഹിക്കേണ്ടത് എങ്ങനെയായിരിക്കണം? തിരിച്ചറിവിലൂടെ ആയിരിക്കണം. നഖല്
വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ തിരുചര്യയുമാകുന്ന പ്രമാണങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിലവിലുള്ള കാലത്തേക്ക് ആ വിഷയത്തെ യോജിപ്പിച്ചെടുത്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയണം. അപ്പോഴാണ് അതിനെ സ്ഫുടം ചെയ്യുക എന്ന് പറയുന്നത്. അതിനെയാണ് ഇൻ്റഗ്രേഷൻ എന്ന് ഉപയോഗിക്കുന്നത്. ഒരർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള സ്ഫുടം ചെയ്ത ബുദ്ധി അഥവാ ഉൾക്കാഴ്ചയുള്ള ബുദ്ധി, അതിനാണ് ബസീറ എന്ന പദം ഉപയോഗിക്കുക. ബുദ്ധിയുടെ ഏറ്റവും ക്രിയാത്മകമായ, ഏറ്റവും പരിശുദ്ധമായ പ്രവാചകന്മാർ നിർവഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ബസീറ എന്ന് പറയുന്നത്. സൂറ യൂസുഫിൽ അല്ലേ, ആ ഭാഗമുള്ള സൂറ യൂസുഫിൽ ആ ഭാഗമുണ്ട്. കുൽ ഹദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, ഇതാണ് എൻ്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് വിളിക്കുന്നത് അല ബസീറ, വിത്ത് ദ ഇൻ്റഗ്രേറ്റഡ് ഇൻ്റലിജൻസ്, സ്ഫുടം ചെയ്ത ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ്, തിരിച്ചറിവുള്ള ഉൾക്കാഴ്ചയുള്ള ബുദ്ധിയോട് കൂടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത് എന്നതാണ്. അപ്പം എന്ത് ചെയ്യണം? അങ്ങനെ വിളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആലോചിക്കണം, ചിന്തിക്കണം. അപ്പോൾ ബുദ്ധിക്ക് ഭക്ഷണം കൊടുക്കണം. ബുദ്ധിയുടെ ഭക്ഷണം ഏതാ? ബുദ്ധിയുടെ ഭക്ഷണം ഏതാണ്? ജ്ഞാനാർജനമാണ്. അറിവ് നേടണം. അറിവ് നേടാത്ത ഒരാൾക്ക് ഈ ലെയർ ഡെഡായി കിടക്കും. തലച്ചോറെന്ന് പറയുന്നത് ഒരു അവയവം മാത്രമായി നിൽക്കും. മനുഷ്യൻ്റെ ശരീരത്തിൽ ഓരോ അവയവവും ആ അവയവത്തിൻ്റെ ധർമ്മം നിർവഹിക്കുന്നുണ്ട്. അത് പടച്ചവനുമായിട്ട് കൂടി കണക്റ്റഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എന്നാൽ അത്തരമൊരു കണക്ഷൻ ഇല്ലാത്തൊരു സാധനമാണെന്ത്? തലച്ചോറെന്ന് പറയുന്നത്. പടച്ചവൻ ഇടപെട്ടിട്ടില്ല എന്നല്ല, പക്ഷെ ഞാനും കൂടി അവിടെ സ്വയം എൻ്റെ കൂടി പാർട്ടില്ലെങ്കിൽ അതവിടെ ഒരു അവയവമായി നിൽക്കും. തലച്ചോറുണ്ടാകും, തലയിൽ ചോറുണ്ടാവില്ല. ലെനിൻ അദ്ദേഹത്തിൻ്റെ മാർക്സിസത്തിൻ്റെ പരാജയത്തെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത്, എൻ്റെ കൂടെ കുറേ തലകളുണ്ട്, പക്ഷെ തലകളിലൊന്നും തലച്ചോറില്ല എന്നാണ്. ആൾക്കൂട്ടത്തെ നയിക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്, പക്ഷെ ആൾക്കൂട്ടം കൊണ്ട് വിപ്ലവം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പകുതി നൂറ്റാണ്ടായപ്പോൾ പരാജയപ്പെട്ടു പോയി. അപ്പോൾ അദു ഇലല്ലാഹി അല ബസീറ, ഈ ബസീറത്ത് ആ അർത്ഥത്തിൽ തന്നെയാണ് ഖുർആൻ വിശദീകരിച്ചിട്ടുള്ളത്. ഒറ്റ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, പരലോകമുണ്ട് എന്ന് ഖുർആൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല, ഒറ്റ ശൈലിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല. എവിടേക്കൊക്കെയാണോ അത് കണക്ട് ചെയ്യാൻ പറ്റുന്നത് അവിടേക്കൊക്കെയും അത് കണക്ട് ചെയ്യുന്നുണ്ട്. കസറൈൻ, ഒരു സിറാ എന്ന നിലക്ക് ഉപയോഗിക്കുന്നുണ്ട്. കർഷകനോട് സംസാരിക്കുന്നുണ്ട്, മനുഷ്യൻ്റെ യുക്തിയോട് സംസാരിക്കുന്നുണ്ട്. വഹയുമായി ബന്ധപ്പെടുത്തിയ വിഷയത്തിൽ പോലും ധിഷണയുടെ അല്ലെങ്കിൽ ബുദ്ധിയുടെ ഇടപെടലിന് ഇസ്ലാം എതിര് പറയുന്നില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല. വഹയുമായി ബന്ധപ്പെടുത്തിയ വിഷയത്തിൽ പോലും മനുഷ്യൻ്റെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലിനെ ഇസ്ലാം എതിർത്തിട്ടില്ല. മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറിയിച്ചു കൊടുത്തത്. ഇബ്രാഹിം നബി വിശ്വസിച്ചിട്ടുണ്ട്, എന്നാൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. ചോദ്യം എവിടുന്ന് വരുന്നതാ? ഉത്തരം പറയാൻ എളുപ്പമാണ്, ചോദ്യം ചെയ്യാൻ ആലോചന വേണം. ചോദ്യം ചെയ്യണമെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധി വേണം. ഉത്തരം പറയാനോ ഒരു പരിധിവരെ അറിവ് മതി, ആ അറിവിനെ വികസിപ്പിച്ചെടുത്താൽ മതി. ചോദ്യത്തിൻ്റെ കൂർമ്മതക്കനുസരിച്ച്, ചോദ്യത്തിൻ്റെ കട്ടിയും കനവും അനുസരിച്ച് ഉത്തരം അതിനനുസരിച്ച് പുറത്തേക്ക് പോകേണ്ടി വരും. വഹയ് എന്ന് പറയുന്ന ഒന്ന് ഇബ്രാഹിം നബിക്ക് കൊടുക്കുകയും ആ ഇബ്രാഹിം നബിക്ക് കൊടുത്തിട്ടുള്ള വഹയിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വസ്തുതയെ വിശ്വസിക്കുകയും എന്നാൽ ചോദ്യം ചെയ്യുകയുമാണ് ഇബ്രാഹിം നബി ചെയ്തത്. എന്തൊരു ചോദ്യമാണ് ഈ ചോദിക്കണമെന്നും തിരിച്ചു പറഞ്ഞില്ല. ഇതെന്താ അക്കലാനിയ എന്നൊന്നും അവിടെ ചോദിക്കാൻ പോയിട്ടില്ല. അത് കൃത്യമായി ഇങ്ങോട്ടുള്ളൊരു ചോദ്യത്തിൻ്റെ അതേ പൾസിൽ തന്നെ പടച്ചതമ്പുരാൻ തിരിച്ചങ്ങോട്ടും ചോദിക്കുന്നു. അഥവാ ചിന്താപരമായ സ്ഫുടം ചെയ്തെടുത്തിട്ടുള്ള കണക്റ്റീവായിട്ടുള്ള ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിനെ അതേ ബുദ്ധി കൊണ്ട് തന്നെയാണ് തിരിച്ചു കൊടുത്തത്. സുമ്മ അമാതഹു ഫഅഖബറഹു സുമ്മ ഇദാ ശാഅ അൻശറഹു എന്ന് പറഞ്ഞ് അങ്ങനെ ജനിക്കും, പിന്നെ മരിക്കും, പിന്നെ മരിച്ചാൽ പിന്നെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടും, അതാണ് കേട്ടാൽ മതി എന്നല്ല.
പിന്നെയോ നമുക്കറിയാം സംഭവം. യുക്തിപരമായി ആ വിഷയത്തെ ബോധ്യപ്പെടുത്തുകയും അതിൽ മിറാക്കിൾ ഉപയോഗപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. അദഉ ഇലല്ലാഹി അലാ ബസീറ, ആ അർത്ഥത്തിലുള്ള ദൈക്ഷണികമായ ഒരു വിളിയാണ് യഥാർത്ഥത്തിൽ ഞാൻ നിർവഹിക്കുന്നത്. അവിടെ നഖ്ല് വേണം, അഖ്ല് വേണം. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് പരിശുദ്ധപ്പെടുത്തിയിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഞാൻ വിളിക്കുന്നത് എന്ന്. ആ വിളിയിൽ അപാകതകൾ സംഭവിക്കുമ്പോൾ പരസ്പരം, അപ്പോൾ അള്ളാഹനെ ആരാ സൃഷ്ടിച്ചത്? എല്ലാം സൃഷ്ടിച്ചത് അല്ല. അപ്പോൾ അള്ളാഹനെ ആരാ സൃഷ്ടിച്ചത്? എനിക്ക് പിടിയാടില്ല, എന്നവൻ ആ പണിക്ക് പോകരുത്. ആ പണിക്ക് പോയിട്ടില്ലെങ്കിൽ ശിക്ഷ കിട്ടും. ആ പണിക്ക് പോകണമെങ്കിൽ എന്ത് വേണം? ആലോചിക്കണം, പഠിക്കണം, ചിന്തിക്കണം. എന്നെ കൊണ്ടതാവൂല എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയലുണ്ട്, അള്ളാഹിൻ്റെ പ്രവാചകൻ്റെ കാലത്തൊരു സാധാരണ സഹാബി ഇല്ല. നമ്മളൊക്കെ ഞാൻ സാധാരണക്കാരനാന്ന് പറഞ്ഞ് ഇങ്ങനെ കുപ്പായം ഒന്നും ലെവലാക്കണതാണ്. നബിൻ്റെ കാലത്തൊരു സാധാരണ സഹാബി ഉണ്ടോ? ഒരു സാധാരണ സഹാബി? കച്ചവടക്കാരും ജോലി ചെയ്യുന്നവരും കൃഷിക്കാരും ഒക്കെ, ആ മനുഷ്യന്മാർക്കൊക്കെ അവസരം കിട്ടുന്ന സമയത്ത് അത് പഠിച്ചെടുക്കാനുള്ള ആ കാലഘട്ടത്തിലെ വിജ്ഞാനത്തെ കണക്ട് ചെയ്തുകൊണ്ട് പഠിച്ചെടുക്കാൻ അവർ ശ്രമിച്ചിരുന്നു. അങ്ങനെ ശ്രമിച്ചിട്ടുള്ള ഒരവസ്ഥയിൽ അനവമനി തബാനി, ഞാൻ മാത്രമല്ല എന്നെ പിന്തുടരുന്നവരും അങ്ങനെയാണ് ശ്രമിക്കുന്നത് എങ്കിൽ വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ, വിശുദ്ധ ഖുർആൻ ആയത്ത് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒരു ബസീറ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് യഥാർത്ഥത്തിൽ പോകണം എന്നതാണ് അവിടെയുള്ളത്. അതോടൊപ്പം തന്നെ അവിടെ ബസീറത്തുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ബസീറത്ത് വരുന്നതോടുകൂടി അനുകരണം എന്ന് പറയുന്നത് അവിടുന്ന് പോകും. തിങ്കിങ് അനിമൽസ് ഈസ് നോട്ട് എമിറ്റേറ്റിംഗ് മങ്കീസ് എന്നാണ് അല്ലേ? മുമ്പേ പറഞ്ഞ മൊല്ല പറയുന്നത് അതേപോലെ ആവർത്തിച്ചു പറയുന്നത്, അപ്പുറം ചിന്തിക്കാതെ ആവർത്തിച്ചു പറയുന്നവൻ്റെ പേര് MONKEY എന്നാണ്. അത് പറയുന്നത് തെറ്റല്ല, പക്ഷേ ആ പറയുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഒന്ന് ആലോചിക്കണം, ചിന്തിക്കണം. വിശുദ്ധ ഖുർആനിലെ കുറച്ച് ആയത്തുകൾ, അതിൽ ആ പ്രവാചകന്മാരായിട്ടുള്ള ആളുകൾക്ക് ആ പ്രവാചകത്വത്തോടൊപ്പം തന്നെ നിർവഹിച്ചു കൊടുത്തിട്ടുള്ള, പ്രവാചകത്തോടൊപ്പം തന്നെ കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ ബുദ്ധിപരതയും യുക്തിജ്ഞാനവുമാണ്. വലമ്മ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വഇൽമ, സൂറ യൂസഫിൽ ആ ഭാഗം എടുത്തു പറഞ്ഞിട്ടുണ്ട്. വകദാലിക നജ്സിൽ മുഹ്സിനീൻ വലൂതൻ ആതൈനാഹു ഹുക്മൻ വഇൽമൻ വലമ്മ ബലഗ അശുദ്ധഹു വസ്തവ ആതൈനാഹു ഹുക്മൻ വഇൽമൻ. സൂറ യൂസഫിൽ 12, 22, 21, 74. ഹുക്മ്, എന്താ ഹുക്മ്? തത്വജ്ഞാനം. ഇൽമൻ, അറിവ്. A+B² എന്ന് കൂട്ടി വായിക്കുന്നത് മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള അറിവ് പോകണം. A ഫോർ ആപ്പിൾ, ആൻ ആപ്പിൾ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ആപ്പിൾ എന്ന് പഠിക്കാനുള്ള ഒരു ഭാഗം. എ എന്ന അക്ഷരം ആപ്പിൾ എന്നാണ് എന്ന് വന്നാൽ എന്ത് പഠിപ്പിക്കണം അവിടെ? ആ കുട്ടി എന്ത് പഠിക്കണം? A ഫോർ ആപ്പിൾ എന്ന് പഠിച്ചാൽ ആ കുട്ടി എന്ത് പഠിക്കണം? ഇനി അടുത്തത് എന്ത് പഠിപ്പിച്ചു കൊടുക്കണം? അടുത്തത് A ഫോർ ആപ്പിൾ എന്ന് പറയുന്നത് നോളജാണ്. ആ നോളജിനെ, ആ ഇൽമിനെ ഹിക്മിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഹിക്മിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ആപ്പിൾ ഈസ് എ ഫ്രൂട്ട്. ആപ്പിൾ ഒരു ഫ്രൂട്ടാണ്. ആ ഫ്രൂട്ടിൻ്റെ ഫിസിയോളജിക്കലി അതെന്തിനു ഉപയോഗിക്കുന്നതാണ്? ആ ഫ്രൂട്ട് ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ ഭൂമിക്കുള്ള ഗുണമെന്താണ്? അത്തരം ഫ്രൂട്ടുകൾ നഷ്ടപ്പെടുമ്പോൾ ഭൂമിക്ക് എന്ത് സംഭവിക്കും? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ആ കുട്ടിയിലേക്ക് കിട്ടണം. ആ അമ്മ, ആ എന്നത് ഇങ്ങനെ കൈപിടിച്ചെഴുതി അമ്മയാക്കിയാൽ ആ കുട്ടി ബിറുൽ വാലിദീനിലേക്ക് എത്തൂല. എന്നാൽ ആ അമ്മ എന്ന് പറയുന്നത് നോളജാണ്. നോളജ് കിട്ടാതെ അവനെ ഒരിക്കലും ഹെക്മിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ബൈത്തുൽ ഹെക്മ ഉണ്ടായി അല്ലേ? ഹൗസ് ഓഫ് വിസ്ഡം. അവിടെ നിന്നാണ് മനുഷ്യൻ്റെ ചിന്താപരമായ ഭാഗങ്ങളൊക്കെയും പുറത്തേക്ക് വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 8 ഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 800,000 വരുന്ന വചനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. 8 ഭാഗം വിശുദ്ധ ഖുർആനിൽ പ്രകൃതി,
പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ, സൃഷ്ടിജാലങ്ങൾ, അവയുടെ പ്രത്യേകതകൾ, ആകാശലോകം, മിൽക്കി വേ, ഇങ്ങനെയുള്ള കുറേ സംഗതികളെ സംബന്ധിച്ച് പറയുന്നതാണ്. ഇതെങ്ങനെ മനസ്സിലാവുക? ഇതെങ്ങനെ ഗ്രഹിക്കുക? ഇതെങ്ങനെ ഉൾക്കൊള്ളുക? അവിടെ എന്ത് ചെയ്യണം? തലച്ചോറ് വേണം. തലച്ചോറിൻ്റെ വർക്ക്, ഡ്യൂട്ടി, മിഷൻ ഓഫ് ദ ബ്രെയിൻ ഒരാൾക്ക് നിർവഹിക്കാൻ അവിടെ സാധ്യമാകേണ്ടതുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഒരാൾ ചിന്തിച്ചാൽ കൂലിട്ടുമോ? ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്താ? നമ്മൾ ഒരാളെ ബഹുമാനിക്കുകയും ഒരാൾ റെസ്പെക്റ്റോടുകൂടി കാണുന്ന, അയാൾ വരുന്ന സമയത്ത് അസ്സലാമു അലൈക്കും വലൈക്കും സ്ലാം, ആ ഇരിക്കട്ടോ എന്നൊക്കെ പറയുന്നത് ആരെയായിരിക്കും? ആസ് ആൻ ഓർഗനൈസേഷൻ മിഷൻ എന്ന അർത്ഥത്തിൽ ഒരു സംഘടനക്കാരൻ ആരെയാണ് കൂടുതൽ ബഹുമാനിച്ച? ആണോ? പൈസ തന്നോലെ, കായ് തന്നോനെ പിന്നെ എന്ത് ചെയ്യും? കാര്യമായി ബഹുമാനിച്ചും അല്ലേ? യെസ്, എല്ലാ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട ഒരു അജണ്ട, പണം തന്നവൻ്റെ മൂല്യം നമുക്ക് കാണും. ആ പണം തന്നവൻ്റെ മൂല്യത്തിനപ്പുറത്ത്, അത് ചെറിയ മൂല്യമല്ല, വലിയ മൂല്യമാണ്. ഓരോരുത്തർക്കും അവനവനനുസരിച്ച് കൊടുക്കാൻ കഴിയുള്ളൂ. പക്ഷെ ആ പണത്തിൻ്റെ മൂല്യത്തെ പോലെ തന്നെ വാല്യൂ ആയി കണക്കാക്കേണ്ട ഒരു സംഗതിയുണ്ട്, ടൈം. ഒരു മിഷൻ എന്ന് പറയുന്ന ഒന്നിനെ, ഒരു ദൗത്യം നിർവഹിക്കേണ്ട ഒരു ആശയത്തെ, ആ ആശയത്തെ കാലാനുബന്ധമായോ കാലാനുസൃതമായോ അതല്ലെങ്കിൽ അനവമനിത്തബാനി എന്ന് പറയുന്നതിൽ മുന്നോട്ട് കൊണ്ടുപോകണം എങ്കിൽ ഈ അഖൽ വേണം. അഖലുള്ള ഒരാളെ ഒരു പണ്ഡിതനാവുമ്പോൾ ബഹുമാനിക്കും. എന്നാൽ ബുദ്ധിപരമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളെ ബഹുമാനിക്കൽ കുറവാണ്. എന്താണ്? ഇനി അഥവാ തിരിച്ചാണ് ഉണ്ടാകുക. എന്ത്? ഒരാണോ പറയുക സിദ്ധാന്തമൊക്കെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരുന്നവർ, ഈ ലോകമായിട്ട് യാതൊരു ബന്ധമല്ല സാധുവിന്. കുറച്ചധികം ചിന്തിച്ചാൽ പിന്നെ അവനെ ഈ വൈക്കന്നെ ഉപയോഗിക്കൂല. അവൻ വേറെ ആലമുല്ലർവാഹിൽ പോവും. അപ്പം ഇതാണ് ഏറ്റവും പ്രധാനമായ ഒരു തലം. ഇത് തകിടം മറിഞ്ഞിരിക്കുന്നു എന്നതാണ്. മൻഫലൂത്തിയുടെ ഒരു കവിതയുണ്ട്, ഇൻസാനു അഹ്ലുൽ അർളി, ഒരു സമൂഹത്തിന് നാശം സംഭവിക്കാനുള്ള കാരണത്തെക്കുറിച്ച് അദ്ദേഹം വിശകലനം ചെയ്യുകയാണ്. മഅരിയുടെ, അബുൽ അലാ ഉൽ മഅരിയുടെ, മൻഫലൂത്തിയല്ല, അബുൽ അലാ മഅരിയുടെ ഒരു കവിതയിൽ ഈ ഭാഗം പറയുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിന് ഇക്കോലത്തിലൊക്കെ ആകേണ്ടി വന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ആത്മകഥ നടത്തിയിട്ട് അദ്ദേഹം പറയുന്ന ഒരു ഭാഗമാണത്. ഇൻസാനു അഹ്ലുൽ അർളി ദു അഖ്ലിൻ ബിലാ ദീനിൻ വ ആഖിറു ലാ അഖ്ല ലഹു എന്നാണ്. ഇൻസാനു അഹ്ലുൽ അർളി, നബിയുടെ കൂടെയുള്ള നബിയും നബിയുടെ കൂടെയുള്ളവരുടെയും സവിശേഷത എന്താ? നബിയും നബിയുടെ കൂടെയുള്ളവരുടെയും സവിശേഷത എന്താണ്? ഇത്ര എളുപ്പം പോയോ? പെട്ടെന്ന് ബുദ്ധിയുണ്ടെങ്കിലും ശരി, പെട്ടെന്ന് മറക്കുന്നൊരു ജീവിയുണ്ട്. ഏതാണ്? അരണയാണ്. പെട്ടെന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ നിൽക്കും. എവിടേക്കാ പോയാൽ പോണേ? ഓരോ അങ്ങനെ പോണ്. ബുദ്ധി കാര്യം തിരിയും, പക്ഷേ പെട്ടെന്ന് ഡിസപ്പിയേർഡ് ആണ്, പോകും. അരണൻ്റെ ബുദ്ധിയാ. നിങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട്. അരണൻ്റെ ബുദ്ധി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്താണ് പറയുക, ഫ്രോസൺ ആയി പോകുന്ന ഒരു സാധനമാണത്. യെസ്, മാഷന്മാരാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനത്തെ വേർഡൊക്കെ നല്ല ഓർമ്മ ഉണ്ടാവും. നിങ്ങൾക്ക് എന്താ അരണൻ്റെ ബുദ്ധിയ എന്നൊക്കെ ചോദിക്കും. ഇവിടെ അനവമനിത്തബഅനി, എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കുമുള്ള സവിശേഷതയിൽപ്പെട്ട ഒന്നെന്താ? ബസീറ. ഈ ബസീറത്ത് നഷ്ടപ്പെട്ടതാണ് മുസ്ലിം സമൂഹം ഇക്കോലത്തിലാകാൻ കാരണം എന്നാണ്. ഇൻസാനു അഹ്ലുൽ അർളി, ഭൂമിയിലുള്ള മനുഷ്യന്മാർ, ദു അഖ്ലിൻ, നല്ല ബുദ്ധിയുള്ള കുറേ മനുഷ്യന്മാരുണ്ട്, ബിലാ ദീനിൻ, ഓൽക്ക് എന്തില്ല? ദീനില്ല. ദീൻ എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൻ്റെ വക്താവാവുക എന്നതിനപ്പുറത്തേക്ക് പ്രകൃതിയുടെ നിയമത്തെയും ധർമ്മത്തെയും കാര്യബോധത്തെയും തിരിച്ചറിയാൻ കഴിയാവുന്ന ഒന്ന് എന്ന് പറഞ്ഞാൽ ഫിത്രത്തല്ലാഹ്, അതാണല്ലോ ദീന്.
ആ ഫിത്രത്തുള്ള സാധുവിനില്ല. ഇൻസാനു അഹ്ലുൽ അർദി ദൂ അഖലിൻ ബിലാ ദീൻ വ ആഖിർ. വേറെ കുറച്ച് ആൾക്കാരുണ്ട്, ഓൽക്ക് എന്തുണ്ട്? ദീനുണ്ട്, ലാ അഖല ലഹു, ബുദ്ധിയില്ല. കുറേ സാധുക്കൾ വമ്പിച്ച പണ്ഡിതന്മാരാണ്, പക്ഷേ അസ്ട്രോണമിയും അസ്ട്രോളജിയും തമ്മിൽ തിരിച്ചറിയണില്ല. അപ്പോൾ മാസം കാണണോ കാണണ്ടേ മനസ്സിലാകണില്ല, നോക്കണേ. ദയവ് ചെയ്ത് അങ്ങോട്ട് പോരുതേ. അപ്പോൾ ഇത് എന്തുകൊണ്ട്? ബുദ്ധിയുണ്ട്, അല്ല അറിവുണ്ട്. ആ അറിവിനെ ബൗദ്ധികമായി കണക്ട് ചെയ്യണം. ബൗദ്ധികമായി കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വമ്പിച്ച ശാസ്ത്രബോധം ഉണ്ടാകണമെന്നൊന്നുമല്ല. പക്ഷേ ഒരു മിനിമം മനുഷ്യൻ്റെ ചിന്താപരമായ അവസ്ഥയെങ്കിലും ഉപയോഗപ്പെടുത്താൻ അയാൾക്ക് കഴിയണം. അയാൾ ഒരു കാരണവശാലും തഖ്ലീദിലേക്ക് പോകരുത് എന്നർത്ഥം. അപ്പം ഇത് നഷ്ടപ്പെട്ടു പോകുന്നു. കുറേ ആളുകൾ വമ്പിച്ച തലയിൽ ബുദ്ധിയും വെച്ച് നടക്കുകയാണ്, പക്ഷെ അവർക്ക് തിരിയണില്ല. മൈ ബോഡി മൈ ചോയ്സ്. വലിയ ശാസ്ത്രജ്ഞന്മാരും വലിയ തമ്പുരാക്കന്മാരുമാണ്, പക്ഷെ എന്താണെന്ന് മനസ്സിലാണില്ല. അപ്പം ഇതാണ് ഒരു സമൂഹത്തിൻ്റെ നാശം, വിശിഷ്യ മുസ്ലിം സമൂഹത്തിന് സംഭവിച്ചു പോയിട്ടുള്ളത് എന്നതാണ് അവിടെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ബുദ്ധി ഉപയോഗിച്ച കൂലി കിട്ടുമെന്നാണ്. നോ ഡൗട്ട് കിട്ടണം. ഒരാൾ ഇതിൻ്റെ അർത്ഥം ആകാശത്തേക്ക് നോക്കി കോട്ടാവിട്ട കൂലിട്ടെന്നല്ല. രാവിലെ ഒരാൾ എഴുന്നേറ്റ് നിന്നതിന് ശേഷം ഫ്രഷ് എയറിലേക്ക് വന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക, നമ്മൾ ഓനെ പിരാന്തെന്നാണ് വിളിക്കുക. ഓൻ ആകാശ ലോകത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഓനെ പിരാന്തെന്നാണ് വിളിക്കുക. അങ്ങനെയല്ല, അത് ഗുണപരമായ ആലോചനയാകണം, അതിന് കൂലി കിട്ടും. അങ്ങനെ ആലോചിച്ചത് കൊണ്ടാണ് ആപ്പിൾ താഴെ വീണു എന്തത് മേലേക്ക് പോകാത്തത് എന്ന് ആലോചിച്ചത്. ആ ആലോചനക്ക് കൂലി കിട്ടണം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ചിന്താപരമായ ഉപയോഗപ്പെടുത്തുന്നതിന് കൂലി കിട്ടേണ്ടതുണ്ട് എന്നത് വിശുദ്ധ ഖുർആൻ മുന്നിൽ വെക്കുന്ന തിയറിയാണ്. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. കാര്യങ്ങൾ ഉറ്റാലോചിക്കുന്ന ആളുകൾ അത് യഥാർത്ഥത്തിൽ ഉലുൽ അൽബാബാണ്, ലുബുള്ളവരാണ്. ലുബ് എന്ന് പറഞ്ഞാൽ സ്ഫുടം ചെയ്ത, കുറച്ചുകൂടി അഖലിൻ്റെ മുകളിലേക്ക് വരുന്ന ബുദ്ധി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഭാഗം ഇതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാർക്ക് ഹുക്മ് നൽകി, ഇൽമ് നൽകി. ആ ഹുക്മും ഇൽമും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള പ്രബോധനമാണ് നിർവഹിച്ചത്. ആ നിർവഹിച്ച പ്രബോധനത്തിലേക്കാണ് ബസ്വീറ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. തബ്സിറ, തദബ്ബുർ, തബ്സിറ എന്ന് പറയുന്ന ഭാഗം തദബ്ബുർ കൂടി ഉൾക്കൊള്ളുന്ന ഭാഗമാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ഉറ്റാലോചിക്കാത്തത് എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? ചിന്തക്കൊരു പരിധിയുണ്ട്, അതിനപ്പുറത്തേക്ക് പോകരുത്. ആ ബൗണ്ടറി എന്ന് പറയുന്നത് സൃഷ്ടാവിലേക്ക് എത്തുന്ന ധാർമ്മികതയുള്ള ചിന്തയാണ്. അങ്ങനെ വരുമ്പോഴേ യഥാർത്ഥത്തിൽ അത് ബസ്വീറ എന്ന അർത്ഥത്തിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. ഇനി വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട്. ഉദന്, സമഅ, ഇത് രണ്ടെന്താ വ്യത്യാസം? ഒന്ന് ചെവിയാണ്, മറ്റൊന്ന് കേൾവിയാണ്. ഒന്ന് ചെവിയാണ്, മറ്റൊന്ന് കേൾവിയാണ്. ഈ രണ്ട് പദവും വിശുദ്ധ ഖുർആനിൽ ഉപയോഗിക്കുന്നൊരു രീതിയുണ്ട്. മനുഷ്യൻ്റെ ചിന്തയുമായി ആ ഭാഗം കണക്ട് ചെയ്തിട്ടുണ്ട്. വഫീ ആദാനിഹിം വഖ്റ, ലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അപ്പോൾ ചെവിയുള്ളത് കൊണ്ട് മാത്രം സമഅ ഉണ്ടാകണമെന്നില്ല. ആ ചെവിയിൽ സമഅ വരുന്നില്ലെങ്കിൽ, ആ ചെവിയിൽ, ആ ഉദനിൽ സമഅ വരുന്നില്ല എങ്കിൽ വഫീ ആദാനിഹിം വഖ്റ, പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ സമഅ എന്ന് പറഞ്ഞാൽ കേൾക്കലല്ല, കേട്ടുകൊടുക്കലാണ്. കേൾക്കാൻ വേണ്ടിയിട്ട് നിൽക്കലാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖാഫിൽ കേൾവി എന്ന് പറഞ്ഞാൽ കേൾക്കൽ മാത്രമല്ല, നേരെ മറിച്ച് കേട്ടുകൊടുക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് സമഅന്റെ കാര്യം പൂർത്തീകരിക്കപ്പെടുന്നത്. ചിന്തയുമായി അത് കണക്ട് ചെയ്യണം, അല്ലേ?
ഒരാൾ നമ്മൾ മനുഷ്യൻ്റെ ബോഡി ലാംഗ്വേജ് തന്നെ അങ്ങനെയാണ്. സാധാരണ അങ്ങനെ കേൾക്കുമ്പോൾ അയാൾ എങ്ങനെ ഇരിക്കുള്ളൂ. ഒരു കാര്യം ആലോചിക്കാൻ വേണ്ടി കേൾക്കുമ്പോഴോ അങ്ങനെ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലായിരിക്കുക അല്ലേ. ഒന്ന് വളരെ ശ്രദ്ധയോടുകൂടിയിട്ടാണ് ഇത് കേൾക്കുന്നത്. ആ കേൾവി എങ്ങോട്ടാണ് അവൻ കണക്ട് ചെയ്യുന്നത്? ഖൽബ് വഴി തലച്ചോറിലേക്കാണ് ഇത് കണക്ട് ചെയ്യണത്. വിശുദ്ധ ഖുർആൻ ഇവിടെ ഉപയോഗിച്ചൊരു പദം അത് വിശദീകരിക്കാൻ കുറച്ച് സമയം വേണം. ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഇന്ന ഫീ ദാലിക ലദിക്റ. ഈ കാര്യങ്ങളെപ്പറ്റി കൃത്യമായി ആലോചിക്കാൻ കഴിയുന്ന ആളുകൾ, ഉത്ബോധനം നേടാൻ കഴിയുന്ന ആളുകൾ അവരാരാണ് എന്ന് പറയുന്നിടത്ത് ലിമൻ കാന ലഹു ഖൽബുൻ, ഖൽബ് വേണം. ഔ അവിസംഅ എന്ന് ഉപയോഗിച്ചിട്ടില്ല. ഒന്നുകിൽ ഖൽബ് വേണം അല്ലെങ്കിൽ സംഅ വേണമെന്നല്ല. ഔ അൽ ഖസംഅ എന്നാണ് ഖുർആനോട് ഉപയോഗിച്ചത്. ഔ അൽ ഖസംഅ വഹുവ ഷഹീദ്. ഔ അൽ ഖസംഅ ലിസണിങ്, ഹിയറിങ് അല്ലേ. ലിസൺ ഹിയർ എന്നാണ്. ഒരാൾ കേൾക്കുക എന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുക എന്നർത്ഥത്തിലാണ്. ഔ അൽ ഖസംഅ. സംഅ എന്ന് പറയുന്നത് ഉദനുള്ള ഒരാൾക്ക് സമ ഉണ്ടാവില്ല, ഉണ്ടാകണമെന്നില്ല. എന്ത് ചെയ്യണം? ആ സമഅവൻ ഉപയോഗപ്പെടുത്തണമെങ്കിൽ വഹുവ ഷഹീദുൻ, അവൻ അതിന് സാക്ഷി കൂടിയാകണം. കാണുക എന്നർത്ഥത്തിലുള്ള സാക്ഷിയല്ല. അവൻ അവിടെ ഹാജറുണ്ടാകണം, അവൻ്റെ സാന്നിധ്യമുണ്ടാകണം, അവൻ അവിടെ അടയാളപ്പെടുത്തണം. അവൻ്റെ ബുദ്ധി, അഖലും ഖൽബും അവിടെ കണക്റ്റ് ചെയ്തിരിക്കണം. ഞങ്ങൾക്ക് ചെവിയില്ലാതെ പോയല്ലോ എന്നല്ല. ലൗ കുന്ന നസ്മഉ, പിന്നെയോ ഔ നഅഖിലു എന്ന് പറഞ്ഞാൽ സമഉം അഖലും തമ്മിലുള്ള ഒരു കണക്ഷൻ വിശുദ്ധ ഖുർആൻ പറയുന്നു. അഥവാ ഷഹീദായി കേൾക്കുക എന്നതാണ്. മാനേജ്മെൻറ്റ് സയൻസിൽ ഈ തിയറിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഷഹീദായി കേൾക്കണം, അറിഞ്ഞ് അനുഭവിച്ച് ഉൾക്കൊണ്ട് പരിവർത്തനോന്മുഖമായി ഒരു കാര്യത്തെ കേൾക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് അയാൾ പോകണം എന്ന് പറഞ്ഞാൽ കേൾവിയുടെ ധർമ്മം കേൾക്കലല്ല. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ധർമ്മം ഭക്ഷണം കഴിക്കലാണോ? ആണോ? നമ്മളെന്തിനാ ഭക്ഷണം കഴിക്കണം? ഭക്ഷണം കഴിക്കാനാ? ആണോ? എന്തിനാണ്? അതിന് വേറൊരു തലത്തിലേക്കാണ് അതിന് പോകുന്നത്. വായയിലൂടെ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് വായയുടെ വ്യായാമ പ്രക്രിയയ്ക്ക് വേണ്ടി മാത്രമല്ല, അതിൽ നടക്കുന്നുണ്ടാകും. പക്ഷെ അത് വേറൊരു തലത്തിലേക്കാണ്. അവൻ്റെ ജീവനുമായി അത് കണക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സൗണ്ട് പെർസെപ്ഷൻ അല്ല, ഒച്ചയുണ്ട് എന്നറിയലല്ല, ശബ്ദമുണ്ട് എന്ന് തിരിച്ചറിയലാണ് എന്ന് മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഒച്ചയുണ്ട് എന്നറിയലല്ല, ശബ്ദമുണ്ട് എന്ന് തിരിച്ചറിയലാണ് കേൾവി. നിങ്ങൾക്ക് തിരിഞ്ഞോ? ഇവിടെ കുറേ ആളുകൾ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് എന്നറിയലല്ല, മറിച്ച് അവിടെ ശബ്ദമുണ്ട്. സൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ലൗഡ്, അത് ഒച്ചയല്ല. ശബ്ദം എന്ന് പറയുന്നത് സൗണ്ട് ഡിസ്ക്രിമിനേഷൻ, മറ്റൊന്ന് സൗണ്ട് പെർസെപ്ഷൻ. ഇത് രണ്ടും ചെവി കൊണ്ട് നിർവഹിക്കാൻ ഒരാൾക്ക് കഴിയണം എന്ന് പറഞ്ഞാൽ അപഗ്രഥന കഴിവുള്ള അവയവമായി സമഇനെ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് ഖുർആനിൻ്റെ ഭാഷ, ഖുർആനിൻ്റെ എപ്പിസ്റ്റമോളജിയും അതേപോലെ തന്നെ ലിംഗ്വിസ്റ്റിക്കും ബേസ് ചെയ്തുകൊണ്ട് പറയുന്ന ലിസാനുൽ അറബിൽ സമഇനെ കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. അപഗ്രഥന കഴിവുള്ള അവയവം പറഞ്ഞാൽ അനലറ്റിക്കൽ മിഷൻ നിർവഹിക്കാൻ കഴിയുന്ന ഒരു അവയവമായി യഥാർത്ഥത്തിൽ അത് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ്. അഫലാ യസ്മഊന അഫലാ യുബ്സിറൂന ഇന്ന ഫീ ദാലിക ലആയ അഫലാ യസ്മഊൻ അഥവാ അഫലാ യുബ്സിറൂൻ. ഈ രണ്ട് പദങ്ങളും തമ്മിൽ നിങ്ങൾക്ക് ചെവിയില്ലേ എന്നതല്ല, കേൾക്കുന്നില്ലേ, കാണുന്നില്ലേ എന്നതാണ്. കേൾവി കൃത്യമല്ലെങ്കിൽ വഫീ ആദാനിഹിം വഖറ, സീല് വെച്ച കേൾവിയാകും. ആ സീല് വെച്ച കേൾവി എന്ന് പറയുന്നിടത്ത് ഉദ്ന് എന്ന ഭാഗമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഒന്നുകൂടി ആ ഭാഗത്തെ ചിന്തിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ കേൾക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിൻ്റെ ഇക്വിലിബ്രിയം,
സമതുലിതാവസ്ഥ നിലനിർത്തുന്ന ഒന്ന് മനുഷ്യൻ്റെ ചെവിയാണ്. ഇറ്റ് ഈസ് ആൻ ഓർഗൺ. കേട്ടിട്ടില്ലെങ്കിലും ശരി, ചെവിക്ക് സംഭവിക്കുന്ന ചെറിയ വ്യത്യാസങ്ങൾ അവൻ്റെ ബാലൻസ് തെറ്റും. ഒരവയവം എന്ന നിലയ്ക്ക് ഇതിന് വരുന്ന വ്യത്യാസങ്ങൾ ബാലൻസ് തെറ്റും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഡ്യൂട്ടി, അവൻ്റെ മിഷൻ തെറ്റുമ്പോൾ ഇതിൻ്റെ കേൾവി എന്ന് പറയുന്നിടത്ത് ശരിയായ കേൾവി അല്ലെങ്കിൽ അവൻ്റെ മനുഷ്യൻ എന്ന നിലക്കുള്ള ബാലൻസും തെറ്റിപ്പോയിട്ടുണ്ടാവും. എന്തൊക്കെയോ കുറേ കേട്ട് ഇല്ലേ? ഖുർആൻ അങ്ങനെ ആ ഭാഗം ഉപയോഗിക്കുന്നുണ്ട്. കേൾക്കുക മാത്രമല്ല, ആ കേൾവിയെ എന്ത് ചെയ്യണം? വേർതിരിച്ചുകൂടി ബോധ്യപ്പെടണം. ആയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിമാന്മാരെക്കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ കേൾക്കുകയും അതിൽ നിന്ന് ഏറ്റവും നല്ലതിനെ പിൻപറ്റുകയും ചെയ്യും എന്ന് പറഞ്ഞ്. الذين يستمعون القول ويتبعون أحسنه أولئك الذين هداهم الله. കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടുകൊടുക്കുന്നു എന്നല്ല. എന്നിട്ടോ യത്തബിഊന അഹ്സന, അതിലേറ്റവും നല്ലതിനെ ഇത്തിബാഅ് ചെയ്യുന്നു. എങ്ങനെ ഇതിൽ ഏറ്റവും നല്ലതിനെ കിട്ടുക? അറബിയിൽ ഒരു ഉദ്ധരണി വായിച്ചു, വേറൊരു ഉദ്ധരണിയും വായിച്ചു. ആ വായനയുടെ നന്മയാണോ? ഉദ്ധരണിയുടെ ഭാഷാ സാഹിത്യമാണോ? അല്ല. പിന്നെയോ ആ ഉദ്ധരണിക്കകത്ത് കിടക്കുന്നൊരാശയത്തെയാണ് അയാൾ കിട്ടേണ്ടത്. ആ ഹോജ പറഞ്ഞു, ഈ ഹോജ പറഞ്ഞു എന്ന് പറയുന്ന ഹോജക്കല്ല പ്രസക്തി, പറയുന്നതിനാണ് പ്രസക്തി. അപ്പം എന്ത് ചെയ്യണം? യസ്തമിഊനൽ ഖൗല വയത്തബിഊന, പിന്തുടരണം. നമ്മളൊരാളെ പിന്തുടരണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടർത്ഥത്തിൽ പിന്തുടരാം. ഒന്ന്, അനുകരിക്കാം. രണ്ട്, പിന്നാലെ പോകാം. അനുകരിക്കുന്ന ആൾക്ക് മുന്നിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളമോ അനുകരിക്കപ്പെടുന്നതിനെ സംബന്ധിച്ചിടത്തോളമോ പ്രത്യേകിച്ച് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾ ചെയ്യണത് നമ്മളോട് ചെയ്താൽ മതി. അതിനെ കുരങ്ങെന്നാണല്ലോ പറയാം. എന്നാലോ ഇത്തിബാഅ് ചെയ്യണം എങ്കിൽ, പിന്തുടരണം എങ്കിൽ മുന്നിലൊരു സാധനം വേണം. അതെന്താണെന്നറിയണം, എവിടേക്കാണെന്നറിയണം, എന്തിനാണെന്നറിയണം. എന്ന് പറഞ്ഞാൽ അനലറ്റിക്കൽ മൈൻഡ് അവിടെ വേണം, കൊഗ്നിറ്റീവ് ഡൊമൈൻ അവിടെ വർക്ക് ചെയ്യണം. അങ്ങനെയാകുമ്പോഴേ യത്തബിഊന അഹ്സന എന്ന് പറയുന്നിടത്തേക്ക് അവനെത്താൻ സാധിക്കുകയുള്ളൂ എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതിൽ 2 കാര്യങ്ങൾ കൂടി പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചിന്തിക്കുന്ന അവയവം അല്ലെങ്കിൽ ചിന്തിക്കേണ്ട അവയവം, ചിന്ത വരുന്ന അവയവം ഖുർആൻ ഏതാണ്? ഖുർആനിൽ പറഞ്ഞത് ഏതാ? ഖൽബൻ. ലഹും ഖുലൂബുൻ ലാ യഅഖിലൂന ബിഹാ, ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ ലാ യഅഖിലൂന ബിഹാ. 22:46 സൂറത്തു ഹജ്ജിൽ 50:37 അവിടെയൊക്കെ ഖൽബിലേക്കാണ് അഖിൽ ചേർത്ത് പറഞ്ഞത്. ചിന്തിക്കുന്നത് ഖൽബ് കൊണ്ടാണോ തലച്ചോറ് കൊണ്ടാണോ? നിങ്ങളെ കൽബുകൊണ്ട് ചിന്തിക്കലി, നിങ്ങളെ തലച്ചോറുകൊണ്ട് ആലോചിക്കും എന്ന് പറയലുണ്ട്. എന്താണ്? അവിടെ തന്നെ മനുഷ്യന് ചിന്തിക്കാനാണ് ഈ പറയണത്. ചിന്ത എവിടെ എന്ന് പറയുന്ന വചനം പോലും ചിന്തിക്കാനുള്ള ആശയധാര നിലനിർത്തിയിട്ടാണ് പോകുന്നത്. അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഗർഭസ്ഥ ശിശുവിന് മസ്തിഷ്കം രൂപപ്പെടുന്നതിന് മുമ്പ് ഹൃദയം രൂപപ്പെടും. ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ മസ്തിഷ്കം രൂപപ്പെടുന്നതിന് മുമ്പ് ഹൃദയം രൂപപ്പെടും. ഒരു മനുഷ്യൻ മസ്തിഷ്കം മരിച്ചാൽ മരിച്ചു എന്ന് പറയുമോ? പറയൂ. ബ്രെയിൻ ഡെത്ത്, അയാൾ മരിച്ചോ? ഇല്ല. മരിക്കാതെ മരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ജീവിച്ച മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മരിക്കാതെ മരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ജീവനുള്ള മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ മസ്തിഷ്ക മരണം സംഭവിച്ച മഹാഭൂരിപക്ഷം മനുഷ്യന്മാരാണ് ലോക ജനസംഖ്യയിൽ കൂടുതൽ. ബ്രെയിൻ ഡെത്താണ്. പക്ഷേ ശ്വാസോച്ഛ്വാസ പ്രക്രിയ നിർവഹിക്കുന്നത് കൊണ്ട് ബ്രെയിനിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നതിനാൽ അതിൻ്റെ സജീവത നിലനിൽക്കുന്നു മാത്രം. പക്ഷേ അതിൻ്റെ ഡ്യൂട്ടി ചെയ്യണില്ല. ബ്രെയിൻ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് മരണസമയത്ത് മസ്തിഷ്ക മരണമാണ്.
അല്ല, കാർഡിയാക്കാണ്. ഹൃദയമാണ് അവിടെ മരിക്കുന്നത്. ന്യൂറോ കാർഡിയോളജി എന്ന് പറയുന്ന വിഭാഗം പോലുമുണ്ട്, ന്യൂറോ കാർഡിയോളജി. അപ്പോൾ ഹൃദയം, മസ്തിഷ്കം എന്നിവ പരസ്പരമുള്ള സമ്പർക്കത്തിലേക്ക് വരുന്നുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ എന്ന് വിശുദ്ധ ഖുർആൻ ഒന്നുകൂടി പറയുന്നുണ്ട്. 7:179 ഇന്ന ഫിൽ ജസദി മുദ്ഗ. എല്ലാം ശരിയാകണം എങ്കിൽ അവിടെ ഖൽബാണ് ശരിപ്പെടേണ്ടത് എന്ന് കിതാബുൽ ഈമാനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഇങ്ങനെ ജസ്റ്റ് സാമാന്യ അറിവ് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഖൽബ് കണക്ട് ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ ചിന്തയുടെ കവാടം തുറക്കപ്പെടുന്നത്. സ്ഫുടം ചെയ്യണം എങ്കിൽ തലച്ചോറിന് വേർതിരിക്കാൻ കഴിയില്ല. വേർതിരിക്കേണ്ടത് ഹൃദയത്തിലാണ്. മുനാഫിഖ്, കാഫിർ, മുഅ്മിന് ഈ മൂന്നെണ്ണത്തിൻ്റെയും തലച്ചോറൊന്നാണ്, ചിന്താപരമായ അനാട്ടമി ഒന്നാണ്, ഫിസിയോളജി ഒന്നാണ്. പക്ഷേ ഈ മൂന്നായി വേർതിരിക്കപ്പെടുന്നത് ഖൽബിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബസീറത്തിൻ്റെ അവലംബം ലഭ്യമാകുന്നത് മനുഷ്യൻ്റെ ഖൽബുമായി കൂടുതൽ കണക്ട് ചെയ്യുമ്പോഴാണ്. ആ ഖൽബിലൂടെയാണ് ഈമാനിൻ്റെ അവസ്ഥയുണ്ടാകുന്നത്. ബുദ്ധിമാനായ ഒരു മനുഷ്യന് അമ്ന് കിട്ടണമെന്നില്ല. ഈമാനുള്ള ഒരു മനുഷ്യന് അമ്ന് കിട്ടും എന്ന് പറഞ്ഞാൽ മുഅ്മിൻ, ഈമാൻ എന്ന് പറയുന്ന ഈ സാധനങ്ങളൊക്കെ ഹൃദയവുമായി കണക്ട് ചെയ്യുന്നുണ്ട്. ഹൃദയവുമായി കണക്ട് ചെയ്യുമ്പോഴേ യഥാർത്ഥത്തിൽ ഇൻ്റഗ്രേറ്റഡ് ഇൻ്റലിജൻസിലേക്ക് ഒരാൾക്ക് പോകാൻ കഴിയൂ. അതല്ലെങ്കിലോ ഹൃദയം കണക്ട് ചെയ്താൽ ചിന്തിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം വ്യഭിചാരവും വിവാഹബന്ധവും തമ്മിൽ വേർതിരിക്കാൻ അയാൾക്ക് കഴിയൂല. കാരണം തലച്ചോറിന് ആ ചുമതല കൊടുക്കാൻ കഴിയൂല. ഹൃദയം കണക്ട് ചെയ്ത തലച്ചോറിലൂടെ എന്ത് ചെയ്യും? ഈ അനലറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് അയാൾക്ക് പോകും. ഹൃദയം മരിച്ചൊരു മനുഷ്യന് അത് കഴിഞ്ഞുകൊള്ളണം എന്നില്ല. ഒരു ഭാഗം വിമർശനം വരുന്ന ഒരു ഭാഗം കുറച്ചും കൂടെ വിശദീകരിക്കേണ്ടതാണ്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നില്ല. രണ്ടാമത്തേത്, ആണിനാണോ പെണ്ണിനാണോ ബുദ്ധി കൂടുതൽ? വളരെ കൃത്യമായി ആ വിഷയത്തിൽ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പ്രവാചകൻ്റെ ഒരു ഹദീസുണ്ട്. ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലുള്ള പഠനമല്ല ഞാൻ പറയുന്നത്. ആ ഹദീസ് വിമർശനം നേരിട്ടൊരു ഹദീസ് കൂടിയാണ്. നാഖിസാത്തു അഖ്ലിൻ വനാഖിസാത്തു ദീനിൻ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. സ്വഹീഹായി വന്നിട്ടുള്ള ഒരു പരാമർശം കൂടിയാണത്. നാഖിസാത്തു അഖ്ൽ വനാഖിസാത്തു ദീൻ. പെണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ് നാഖിസാത്തു അഖ്ൽ, അവൾക്ക് ബുദ്ധി കുറവാണ്. ചെറിയ ശബ്ദം കേൾക്കാനുള്ള കഴിവ് പെണ്ണിനാണ്, അവൾക്ക് വലിയ ശബ്ദം കേൾക്കാൻ കഴിയില്ല. ചെറിയ ശബ്ദം പെട്ടെന്ന് പെണ്ണ് കേൾക്കും, പക്ഷെ വലിയ ശബ്ദം കേൾക്കില്ല. വലിയ ശബ്ദം ആണ് പെട്ടെന്ന് തിരിച്ചറിയും, എന്നാൽ ആണിന് ചെറിയ ശബ്ദം പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല. കുട്ടി ഉണർന്നാൽ, കുട്ടി ശബ്ദം വെച്ചാൽ ആദ്യം അറിയുന്നത് ഉപ്പയല്ല ഉമ്മയാണ്. പുറത്തൊരു കള്ളൻ വന്നാൽ ആദ്യം അറിയുന്നത് ഉപ്പയാണ്, ഉമ്മയല്ല. ഇതിനാണ് ഓല രണ്ടാളും അങ്ങനെ ആക്കിയത്. അത് വളരെ കൃത്യമാണ്. മാൻ ഫ്രം മാർസ് ആൻഡ് വുമൺ ഫ്രം വീനസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ സൈക്കോളജിക്കലി ഇത് തെളിയിക്കപ്പെട്ടൊരു സംഗതിയാണ്. അതിൽ വ്യത്യാസമൊന്നുമില്ല. അതിൻ്റെ പേരിൽ ഞങ്ങൾ അത് കേൾക്കുന്നു ഇത് കേൾക്കുന്നു എന്നല്ല. ഏതെങ്കിലും കുറച്ച് പാത്തുമാരും ബുഷ്റാലൊക്കെ അത് കേട്ടിക്കണെന്ന് തരണമെന്നും സിദ്ധാന്തവുമായി തട്ടിച്ച് നോക്കിയിട്ട് എതിർക്കാൻ പറ്റില്ല. അത് വിഷയം അവിടെയല്ല. എന്താണ് ഈ നാഖിസാത്തു അഖ്ൽ, നാഖിസാത്തു ദീൻ എന്ന് പറഞ്ഞാലുള്ളത്? നാഖിസാത്തു അഖ്ൽ, നാഖിസാത്തു ദീൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. രണ്ട് തരത്തിലുള്ള മനുഷ്യൻ്റെ ബുദ്ധിയുണ്ട്. ഇൻ്റലിജൻസ് പ്രധാനമായും രണ്ട് തരത്തിലാണ്. ഒന്ന് ഇൻബോൺ ഇൻ്റലിജൻസ് ആണ്, ജന്മസിദ്ധമായ ബുദ്ധിയാണ്. ജന്മസിദ്ധമായി കിട്ടുന്ന ബുദ്ധിയാണ്. അത് തലമുറകളിലൂടെ വ്യവഹരിക്കുന്നതും മറ്റുമൊക്കെ ആയിട്ടുള്ള പാർട്ട് അതിൽ വരും, ജന്മസിദ്ധമായ ബുദ്ധി. രണ്ടാമത്തേത് അക്വേർഡ് ഇൻ്റലിജൻസ് ആണ്, ആർജിത ബുദ്ധിയാണ്. ഈ ബുദ്ധിയുടെ കുറവ് എന്ന് പറയുന്ന ഭാഗം രേഖപ്പെടുത്തിയിട്ടുള്ളത് തന്നെ കടമിടപാടുമായി ബന്ധപ്പെടുന്ന ഭാഗങ്ങളിൽ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഭാഗം വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരു പരാമർശത്തിൽ ആ വിഷയം ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗം ഞാൻ കൂടുതൽ പറയുന്നില്ല, ഒറ്റ ഭാഗം മാത്രമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ബ്രെയിൻ ഫോഗ്, ഫോഗോ എന്ന് പറഞ്ഞാൽ മഞ്ഞ്, ഒരു തരം മൂടലുണ്ടാവും പെണ്ണിന്. ബ്രെയിൻ ഫോഗോ,
വരും പെണ്ണിന്. എപ്പോഴാണ് ബ്രെയിൻ ഫോഗോ പെണ്ണിന് വരിക? ബ്രെയിൻ ഫോഗോ പെണ്ണിന് വരുന്നത് അത് സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ പഠനങ്ങൾ നിർവഹിക്കപ്പെട്ടിട്ടുള്ളതാണ്. മസ്തിഷ്ക മൂടൽ മഞ്ഞ് എന്നാണ് ഇത് പറയുന്നത്. തലച്ചോറിലേക്ക് പോകുന്ന ഓക്സിജൻ്റെ അളവിലുള്ള ഏറ്റക്കുറച്ചിലാണ് മസ്തിഷ്ക മൂടൽ മഞ്ഞിൻ്റെ പ്രധാന കാരണം. ഉത്കണ്ഠ, മാനസികമായ അസന്തുലിതാവസ്ഥ എന്നിവ കാരണമായും ഇത് സംഭവിക്കാറുണ്ട്. പ്രശ്നങ്ങളെ നിർദ്ധരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്നിടത്ത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും അസ്വസ്ഥതകൾ വരുന്ന സന്ദർഭമുണ്ടെങ്കിലും ബ്രെയിൻ ഫോഗോ വരും. ആ ബ്രെയിൻ ഫോഗോ വഴി സംഭവിക്കുന്ന ഒന്ന് ശ്രദ്ധക്കുറവ്, അറ്റൻഷൻ ഡെഫിഷ്യൻസിയിൽ അതിന് പ്രശ്നം വരും. ADHD എന്നാണ് അതിന് പറയുക. അതേപോലെ തന്നെ PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന വിഷാദം എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെയും അവിടെ സംഭവിക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ എന്നത് 1 മെൻസ്ട്രേഷൻ പീരിയഡാണ്, 2 പ്രഗ്നൻസി പീരിയഡിൻ്റെ ചില സന്ദർഭമാണ്, 3 ഡെലിവറി പീരിയഡാണ്. ഈ 3 ഘട്ടങ്ങളിലും തൊട്ടിപ്പുറത്തുള്ള ഹദീസിൻ്റെ വചനത്തിലേക്ക് ചേർത്തിട്ട് നാഖിസാത്തു ദീൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ദീന് കുറവാണ് അവൾക്ക്. ദീന് കുറവാണെന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹുഅൻഹയ്ക്ക് ദീന് കുറവാന്നാ? ഖദീജ റളിയല്ലാഹുഅൻഹ ദീന് കുറവാന്നാ? അല്ല. നാഖിസാത്തു ദീൻ എന്ന് പറഞ്ഞാൽ ദീനിൽ കുറച്ചു മാത്രം ചെയ്യാനുള്ള ബാധ്യതയെ പെണ്ണിന് കൊടുത്തിട്ടുള്ളൂ. അവർക്ക് റിലാക്സ് ഉണ്ട്. ആ റിലാക്സ് നമസ്കാരത്തിലുണ്ട്, നോമ്പിലുണ്ട്, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിലുണ്ട്, നേതൃത്വം കൊടുക്കുന്നതിലുണ്ട്. ഇവിടെയൊക്കെ റിലാക്സ് ഉണ്ട്. ഈ റിലാക്സിനെ പിടിച്ച് റെസ്പോൺസിബിലിറ്റി കിട്ടണമെന്ന് പറഞ്ഞ് വാദിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ആയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാതെക്കാൻ പറ്റില്ല. ആ ഡ്യൂട്ടികൾ ചെയ്യണ്ട എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില ഘട്ടങ്ങളിൽ നിസ്കാരം ഒഴിവാക്കാം, നോമ്പ് ഒഴിവാക്കാം, ഹജ്ജിൻ്റെ ചില കർമ്മങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാം. ഇങ്ങനെ പല കാര്യത്തിലും ഇളവ് നൽകിയിട്ടുണ്ട്. ആ ഇളവ് നൽകി അതേ ഹദീസിലേക്ക് ചേർത്തു തന്നെയാണ് എന്ത് ചെയ്ത് നാഖിസാത്തു അഖ്ലിൻ എന്നുപയോഗിച്ചത്. ബുദ്ധിയുടെ കുറവ്, ബുദ്ധിയുടെ ചിന്താശേഷിയുടെ കുറവല്ല അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. മറിച്ച് ശാസ്ത്രം ആ വിഷയം പറയുന്നത് ചില വിഷയങ്ങളെ അത്രമേൽ അനലറ്റിക്കൽ മൈൻഡോടുകൂടി ചെയ്യാൻ ആ സമയത്തൊരു പെണ്ണിന് സാധ്യമാകുന്നതിൽ ദാന്തി മറ്റുള്ള സമയത്തേക്കാൾ കുറച്ചൊരു കുറവ് ഉണ്ടാകും. അങ്ങനെ കുറച്ചൊരു കുറവുണ്ടാകും എന്നതുകൊണ്ടാണ് ചില സന്ദർഭങ്ങളിൽ ആധുനിക സിസ്റ്റപ്രകാരം എഡ്യൂക്കേഷൻ സയൻസിൽ തന്നെ ചില കാര്യങ്ങൾ റിലാക്സ് അനുവദിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ മെൻസ്ട്രേഷൻ പീരീഡ് മറ്റ് സന്ദർഭങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ എക്സാം എഴുതേണ്ട ചില ഘട്ടങ്ങളിൽ മാനുഷികമായ ചില ധർമ്മങ്ങൾ കൂടി അവിടെ നിർവഹിച്ചു കൊടുക്കും. എന്തിനാ? ചിലപ്പോൾ പെട്ടെന്ന് അതങ്ങോട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പം അതാണ് ആ നാഖിസാത്തു അഖ്ൽ എന്ന് പറയുന്നതിലേക്ക് ചേർത്ത് വന്നിട്ടുള്ള ഭാഗം എന്ന് മനസ്സിലാക്കണം. കൂടുതൽ ആ വിഷയം വിശദമായി സൂചിപ്പിക്കേണ്ടതാണെങ്കിലും ശരി, സമയമില്ലാത്തതുകൊണ്ട് സൂചിപ്പിക്കുന്നില്ല. ഇനി വല്ലാതെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തന്നെ എഴുതിയ വമ്പിച്ചൊരു കിതാബുണ്ട്, എടുത്ത് വായിച്ചോളി. അതിൽ ജെൻഡർ പ്രശ്നം പറയുന്നിടത്ത് സ്ത്രീക്ക് ബുദ്ധി കുറവുണ്ടോ എന്നൊരു പാർട്ട് വിശദമായി അതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്. വേറെ കുറേ ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് സൂചിപ്പിക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രമാണ് എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. അത് ആദം നബിയുടെ സവിശേഷതയാണ്. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞതും ആദം നബി ആയതുകൊണ്ടാണ്. അള്ളാഹു അത്തരത്തിലുള്ള ഒരു വേർതിരിവ് ആദം നബിക്ക് നൽകിയത് കൊണ്ടാണ്. ആ വേർതിരിവ് മനുഷ്യൻ എന്ന നിലയ്ക്ക് ലോകാന്ത്യം വരെ നിലനിർത്തേണ്ട ഒരു വേർതിരിവാണ്. ആ വേർതിരിവിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. പ്രത്യേകിച്ച് ഇത്രമേൽ ശക്തമായി ചിന്തിക്കാനും അറിവ് നേടാനും വേണ്ടി ആവശ്യപ്പെട്ട ഒരു ഗ്രന്ഥത്തിൻ്റെ അനുയായികൾ എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വിജ്ഞാനം പണ്ഡിതന്മാർ മരണപ്പെട്ടു പോകും എന്ന് പ്രവാചകൻ പറഞ്ഞു. വിജ്ഞാന നഷ്ടം സംഭവിക്കും എന്നത്. ആ വിജ്ഞാന നഷ്ടം സംഭവിക്കുന്നത് പണ്ഡിതന്മാരുടെ മരണത്തിലൂടെയാണ് സംഭവിക്കുന്നത്. പകരം വയ്ക്കാൻ ആളുകളില്ലാത്ത വിധത്തിൽ നിങ്ങൾ
ഉഴറിമറിയുന്ന പമ്പരം കറങ്ങുന്നത് പോലെ കറങ്ങേണ്ടി വരുന്ന ഒരു ഘട്ടം ഉണ്ടാകും. ചില സന്ദർഭങ്ങളിൽ ഫോൺ വിളിച്ചോ അല്ലാതെയോ ആരോട് ചോദിക്കണം എന്നതിനെ സംബന്ധിച്ച് അസ്വസ്ഥപ്പെടേണ്ടി വരുന്ന ഘട്ടങ്ങളുണ്ടാകും. ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിക്ക് ശേഷം ആധുനിക മനുഷ്യൻ്റെ മുമ്പിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് മതത്തിൻ്റെ അടിത്തറയിലിരുന്നു കൊണ്ട് സ്ഫുടം ചെയ്ത ബസീറത്തോടു കൂടിയിട്ടുള്ള ഒരു മറുപടിക്ക് ഏത് ഫോൺ നമ്പറാണ് നെക്കേണ്ടത് എന്ന വിഷയത്തിൽ ആശങ്കകളുണ്ട്. ഇസ്ലാമിൻ്റെ അഖ്ലിയായ ഇബാദത്തുമായി ബന്ധപ്പെടുന്ന, പ്രത്യേകിച്ച് ഉമ്മഹാത്തുൽ കുത്തുബ്, അടിസ്ഥാന ഗ്രന്ഥങ്ങളായി പരിചയപ്പെടുന്ന വിശുദ്ധ ഖുർആനിൻ്റെ നഖ്ലിയായ ഭാഗങ്ങളിൽ, വിശിഷ്യ ഹദീസിൻ്റെ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും ചില സംശയങ്ങൾ വരുമ്പോൾ ആരെ വിളിക്കണം എന്നതിൽ സമാദരണീയനായ അബ്ദുസ്സലാം സുല്ലമിക്ക് ശേഷം ചില ശൂന്യതകൾ അവിടെ നിൽക്കുന്നു. ഇസ്ലാമിന് നേരെ വരുന്ന വെല്ലുവിളികൾ അതിശക്തമായി കടന്നു വരുമ്പോൾ ആ വെല്ലുവിളികൾക്ക് ഏതർത്ഥത്തിൽ മറുപടി പറയേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചില ശൂന്യതകൾ അവിടെ ഇങ്ങനെ കിടക്കുന്നു. ആ ശൂന്യതകളെ പരിഹരിക്കാൻ നമുക്ക് കഴിയണം. തിരുരങ്ങാടിയിലെ പ്രൊഫസർ അഹമ്മദ് കുട്ടി സാഹിബ്, അദ്ദേഹം നേരത്തെ അബുൽ-അലാമ അരി പറഞ്ഞ 2 തലവും സമന്വയിപ്പിച്ച മഹാമനുഷ്യനായിരുന്നു. മതത്തെയും ശാസ്ത്രത്തെയും അല്ലെങ്കിൽ ബൗദ്ധികതയെയും ആധുനിക അറിവിനെയും സമന്വയിപ്പിച്ച് ദീനിനെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. എഞ്ചിനീയർ ടി.പി. കുട്ടിയമ്മു സാഹിബ് ഇത് രണ്ടും കൂടെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോയിട്ടുള്ള മഹാപ്രതിഭകളിൽ ഒരു മനുഷ്യനാണ്. ഇങ്ങനെ പ്രതിപാദനത്വമുള്ള ആളുകൾ മെല്ലെ മെല്ലെ കൂടൊഴിയുകയോ ഇല്ലാതായിത്തീരുകയോ ചെയ്യുമ്പോൾ സാഹചര്യം എന്ന് പറയുന്നത് അതിനേക്കാൾ മുന്നോട്ട് പോകാൻ പറ്റാവുന്ന എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരവസ്ഥയിലാണുള്ളത്. എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ഒരു വേള പരന്നു കിടക്കുന്ന വിജ്ഞാനത്തിൻ്റെ അറിവുകളെ മറിച്ചിട്ട് വായിച്ച് തീർക്കേണ്ടി വരുന്ന, എന്നിട്ട് ഒരാശയം കണ്ടെത്തേണ്ടി വരുന്ന കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ പൂർവ്വസൂരികളായ ആളുകൾ ജീവിച്ചിട്ടുള്ളത്. ഏതാണ്ട് 75ഓളം വരുന്ന തഫ്സീർ ഗ്രന്ഥങ്ങളെ വായിച്ചു തീർക്കാതെ ഒരു കാരണവശാലും പരിഭാഷപ്പെടുത്താൻ കഴിയില്ല. വായിച്ചേ പറ്റൂ. വല്ലിപ്പയുടെ പരിഭാഷയുടെ അവസാനത്തിൽ അവലംബകൃതികളായി രേഖപ്പെടുത്തിയിട്ടുള്ള ഓരോ അക്ഷരങ്ങളിലേക്കും കണ്ണ് പായിപ്പിച്ചിട്ട് മാത്രമേ അതിലുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്താൻ കഴിയൂ. ഇന്നങ്ങനെയല്ല. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാറ്റ് GPT-യോടോ അതിനപ്പുറത്തുള്ളതിനോടോ ചോദിച്ചാൽ അത് കൃത്യമായി നമ്മുടെ മുമ്പിൽ ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിച്ചു തരും. അത് ശരിയോ തെറ്റോ എന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കേണ്ട പണി മാത്രമേയുള്ളൂ. പരിസരവും സാഹചര്യങ്ങളും സാങ്കേതിക സംവിധാനങ്ങളും എല്ലാം അനുകൂലമാകുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് മാത്രം അതിന് അനുകൂലമാകാതെ വരുമ്പോൾ ദീനിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ബാക്കി ഞാനുങ്ങളും പൂരിപ്പിക്കേണ്ടതാണത്. അതുകൊണ്ടാണ് നിങ്ങളുടെ അസ്തിത്വം തകരാറാകുന്ന ഘട്ടങ്ങൾ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ പോലും, അഥവാ ശത്രുപക്ഷം എരമ്പി വന്ന് നിങ്ങളെ ആകമാനം കൈകാര്യം ചെയ്യാൻ വേണ്ടി കടന്നു വരുന്ന സമയത്ത് പോലും വലൗല താഇഫത്തുൻ, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരു സംഘം ഇപ്പുറത്തേക്ക് മാറി നിൽക്കണം. എന്തിന്? ദീൻ ലിയതഫഖഹു ഫിദ്ദീൻ, ദീനിൽ അറിവ് നേടാൻ എന്ന് പറഞ്ഞാൽ അമലിയാത്തും ദീനിയാത്തും കാണാതെ പഠിക്കാൻ എന്നല്ല. അമലിയാത്തും ദീനിയാത്തും പഠിക്കുന്നതോടൊപ്പം തന്നെ വേറെയും പഠിക്കേണ്ട സാധനങ്ങൾ പഠിക്കാൻ ഇപ്പുറത്തേക്ക് മാറ്റി നിർത്തപ്പെട്ടേ പറ്റൂ. ഇല്ലെങ്കിൽ കൈകാലുകൾ നഷ്ടപ്പെട്ടു പോയി ജീവിതത്തിലേക്ക് തിരിച്ചു മടങ്ങിയിട്ടുള്ള കുറേ മനുഷ്യന്മാരുണ്ടാകും. ഒരുപക്ഷെ അവരുടെ ജീവിത യുദ്ധത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിലുണ്ടാകുന്ന മരണം സംഭവിച്ചിട്ടില്ലെങ്കിലും മരണതുല്യമായി കഴിയുന്ന ആ മനുഷ്യരുടെ സന്താനങ്ങൾ ഈ ഭൂമിയിൽ ഇനി പിറക്കാനിരിക്കുന്ന സമയത്ത് അവർക്ക് ദീന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഈ മാറി നിൽക്കുന്നവരുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ് എന്ന് പറയാതെ പറയുകയാണ് വിശുദ്ധ ഖുർആൻ അവിടെ ചെയ്തിട്ടുള്ളത്. MSc ഫിസിക്സ് പഠിച്ച ഒരാൾക്ക് മതത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ കഴിയണം. MSc മാത്സോ BSc മാത്സോ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലുള്ള സക്കാത്തിൻ്റെ കാൽക്കുലേഷനും അനന്തരാവകാശം എങ്ങനെയായിരിക്കണം എന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അത് വേറൊരാളെ പണിയല്ല. അതുകൂടി എൻ്റെ
ജോലിയിലേക്ക് കടന്നു വരേണ്ട ഒന്നാണ്. അങ്ങനെ വരുമ്പോഴാണ്, ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതിൽ, അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത് ലഭിക്കുന്നത്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ആദം നബിയെ എല്ലാ പേരും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പേര് പഠിപ്പിക്കുക എന്നതിനേക്കാൾ കൂടുതൽ വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ എന്ന് പറഞ്ഞാൽ സ്കിൽ ഓഫ് നെയ്മിങ്, ഓരോ കാര്യത്തെയും അതിൻ്റെ പേര് വിളിക്കാനും ആ പേരിനകത്ത് കിടക്കുന്ന അതിൻ്റെ ആശയത്തെ ബോധ്യപ്പെടുത്തുവാനും കഴിയാവുന്ന സ്കില്ല് ആദം നബിക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ്. ആ ആദം നബിയുടെ ജീനിൽ നിന്ന്, ക്രോമസോമിക്കൽ റെപ്രസെൻറ്റേഷനുകളിൽ നിന്ന് അതിൻ്റെ തലമുറകളിലേക്ക് ഇങ്ങനെ കൈമാറി 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 വരുമ്പോൾ ഈ അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും പീക്കിൽ അത് നിൽക്കും. അതിൻ്റെ തലമുറകളിലേക്ക് അത് പോകും. എൻ്റെ കുട്ടി 3 വയസ്സായിട്ടുള്ളൂ അല്ലെങ്കിൽ 3 മാസമായിട്ടുള്ളൂ, അങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കണ്ടാൽ എന്ന് നമ്മൾ പറയുന്നതിൽ ഒരത്ഭുതവുമില്ല. കാരണം കണ്ടംപററിയായി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഓർഗണുകൾ ഒരു മനുഷ്യൻ്റെ തലച്ചോറിലും ജീവിതത്തിലും കൊണ്ട് നൽകാതെ അവൻ ഈ ഭൂമിയിൽ ജനിച്ചാൽ അത് പടച്ചവൻ ചെയ്യുന്ന അനീതിയാണ്. അത് പടച്ചവൻ ചെയ്യുന്ന അനീതിയാണ്. കാരണം എൻ്റെ ദീനിനെക്കുറിച്ചും ഭൗതിക ലോകത്തെക്കുറിച്ചും എനിക്ക് ഗവേഷിക്കാനും മതം പഠിക്കാനും ഒക്കെ പറ്റാവുന്ന തരത്തിലുള്ള ഓർഗൺ ഉണ്ടാക്കാൻ എനിക്ക് കഴിയില്ല. ആ ഓർഗണിനകത്തുള്ള ലെയറുകളിൽ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ, ഈ സോഫ്റ്റ്വെയർ നമ്മൾ കൊടുക്കണം. ഹാർഡ്വെയർ അവിടെ നിർബന്ധമായും ആ കാലത്തിനനുസരിച്ച് ഉണ്ടാക്കേണ്ടത് പടച്ചോനാണ്. അത് പടച്ചോൻ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് വിടുക. അവിടേക്ക് സോഫ്റ്റ്വെയർ ചെയ്ത് കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് അത്തരമൊരു ആലോചനകളിലേക്ക് ദീൻ ഇത്രയധികം അറിവിനും ചിന്തക്കും പ്രോത്സാഹനം നൽകിയിട്ടുള്ള അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ നേരവകാശികൾ എന്ന നിലയ്ക്ക് നാം നമ്മുടെ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.